ക്രിസ്തുനാമം ഭൗതീകരിക്കപ്പെടുമാറാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും ശ്രേഷ്ഠരും ബഹുമാന്യരുമായവരെ, ഒരു വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. 2018 എന്ന സുന്ദരി നമ്മിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ അവൾ നമുക്ക് നൽകിയത് ഏറെ സന്തോഷവും അതിലേറെ നൊമ്പരങ്ങളുമാണെന്നു എന്ന് വിസ്മരിക്കാതെ വയ്യ. സന്തോഷവും സമാധാനവും നൊമ്പരങ്ങളും നൽകിയെങ്കിലും ഈ വർഷം തമ്പുരാൻ്റെ വലിയ കൃപയും കരുണയും കൊണ്ട് ഈ ലോകത്തായിരിക്കാൻ നമുക്ക് ഇടയുണ്ടായി. പുതിയ വർഷത്തെ സ്നേഹ പുരസ്കാരം നാം വരവേൽക്കുവാനായി ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ 2019 എന്ന പുതിയ വർഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി തീരുമാനങ്ങളും അതിലേറെ ചിന്തകളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നും ചില ആവശ്യങ്ങളും ചില അനാവശ്യങ്ങളുമൊക്കെ ദൂരീകരിക്കുകയും നിർത്തുകയും ചെയ്യണമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ നേരത്തെ ചിട്ടവട്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നിരുന്നാലും 2018 നിന്ന് വിട്ടുപിരിയുമ്പോൾ പുതിയ വർഷത്തിലേക്ക് നാം കാൽവെക്കുമ്പോൾ സ്നേഹ പുരസ്കാരം നാം ഓർക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശ്രദ്ധാപൂർവം നാം നിൽക്കേണ്ടതും ആചരിക്കേണ്ടതുമായ ഒന്നിനെക്കുറിച്ച്. അത് നമ്മുടെ വാക്കുകളാണ്. നമ്മുടെ വാക്കുകളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് നാം എപ്പോഴും വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ചെറിയ വേദനകൾ മുതൽ വലിയ യുദ്ധങ്ങൾ കെടുതിയ വരെ തുടങ്ങുന്നത് ഒരു വാക്കിൻ്റെയോ സംസാരത്തിൻ്റെയോ ദൗർലഭ്യം മുഖാന്തരം. അങ്ങനെയെങ്കിൽ ഈ രാത്രി നിങ്ങളോടൊപ്പം ശാന്തമായി സംവേദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഭാഷയെക്കുറിച്ച്. എങ്ങനെ നമുക്ക് നന്നായി സംസാരിക്കുവാൻ സാധിക്കും? പുതിയ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കൃത്യമായി എങ്ങനെ സംസാരിക്കാമെന്നതാണ് ഈ രാത്രി നാം ചിന്തിക്കുന്നത്. നന്നായി സംസാരിക്കണമെങ്കിൽ, നന്നായി വാക്കുകൾ ഉച്ചരിക്കണമെങ്കിൽ അതിന് നമുക്ക് നല്ലൊരു റോൾ മോഡൽ ഉണ്ടാവണമല്ലോ. നമ്മെ സംബന്ധിച്ച് നാം ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. അതുകൊണ്ടാണ് നമ്മെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത്. ക്രിസ്ത്യാനികളായ നമുക്ക് റോൾ മോഡൽ ആയിരിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. വേദാന്ത ശാസ്ത്ര നിയമത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: മനുഷ്യജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യം ബ്രഹ്മപ്രാപ്തി നേടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് നല്ല കാര്യവും ബ്രഹ്മത്തെ ഓർമ്മിച്ചുകൊണ്ട് തുടങ്ങണമെന്നാണ് വേദാന്ത ശാസ്ത്ര നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധരാഹുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെ, അവൻ്റെ മനുഷ്യാവതാര പ്രയത്നങ്ങളിൽ ഉണ്ടായ ആ സംസാരശീല തന്നെ ആകട്ടെ നമ്മുടെ മാതൃക. നന്നായി സംസാരിക്കുവാൻ, നന്നായി ചിന്തിക്കുവാൻ, നല്ല വാക്കുകൾ ഉച്ചരിക്കുവാൻ ക്രിസ്തു നമുക്ക് ഒരു റോൾ മോഡലായി മാറട്ടെ. നല്ല ലീഡർ, അതായിരുന്നു ക്രിസ്തു. ഈ രാത്രി അല്പനേരം നിങ്ങളൊത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭാഷയെക്കുറിച്ച്. ഭാഷ എന്നത് ഒരു ആശയ സംവേദന മാധ്യമമാണ്. രണ്ട് വ്യക്തികൾക്കിടയിലോ സമൂഹങ്ങൾക്കിടയിലോ ഗോത്രങ്ങൾക്കിടയിലോ ആശയങ്ങളെ സംവേദിക്കുവാനും പരസ്പരം കൈമാറുവാനുമുള്ള ഒന്ന് തന്നെയാണ് ഭാഷ എന്നത്. പക്ഷെ ഭാഷ എന്ന് ഏറെ വികൃതമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ സംസാരത്തിൻ്റെ ബലഹീനത കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു നല്ല റോൾ മോഡലിലൂടെ എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്ക് പഠിക്കാം. ക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. എനിക്ക് തോന്നുന്നു ഒരു നല്ല ലീഡർ എന്ന് പറഞ്ഞാൽ നന്നായി വാക്ചാരുതയുള്ളവനാണ് ഒരു നല്ല നേതാവ്. തൻ്റെ ജനത്തെ മനോഹരമായ വാക്ചാരുതയിലൂടെ കയ്യിലെടുക്കുന്നവനാണ് എക്കാലവും നല്ല നേതാവ്. ഷേക്സ്പിയറിൻ്റെ ദുരന്ത നാടകങ്ങളിൽ ഒന്നാണ് ജൂലിയസ് സീസർ എന്നത്. ഏറ്റവും മനോഹരമായ ആ നാടകത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സീസറിനെ എല്ലാവരും കൂടെ കൊന്നു. കൂടെ നിന്ന ബ്രൂട്ടസ് മുമ്പിലേക്ക് നിന്നുകൊണ്ട് സീസറിനെ കൊല്ലേണ്ടിയിരുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ മാർക്ക് ആന്റണി സീസറിന്റെ മൃതശരീരവും കൊണ്ടുവന്ന് റോം ജനത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. തൊട്ടു മുമ്പ് വരെ റോമൻ ജനത മൊത്തവും സീസറിനെ എതിരായി, അതെ, അയാൾ ഒരു സ്വേച്ഛാധിപതിയായിരുന്നതുകൊണ്ട് രൂക്ഷമായ വിമർശനത്തിലൂടെ സീസറിനെ പ്രതികൂലമായി സംസാരിച്ചു കൊണ്ടിരുന്നവരൊക്കെയും
മാർക്ക് ആന്റണിയുടെ നടത്തത്തിന് അല്പം വിരാമം കുറിച്ചുകൊണ്ട് ബ്രൂട്ടസ് മാർക്ക് ആന്റണി സ്നേഹപൂർവ്വം സദസ്സിലേക്ക് ക്ഷണിക്കുക. ഇനി അല്പനേരം വിശ്വസ്തനായ മാർക്ക് ആന്റണി നിങ്ങളോട് സംസാരിക്കുമെന്ന് പറയുക. മാർക്ക് ആന്റണിയുടെ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു: ഓ, what a fall was there, my countrymen. Then I and you and all of us fell down. വല്ലാത്ത വീഴ്ചയാണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അല്ലയോ റോമാ പുരുഷന്മാരെ, ഒരു വല്ലാത്ത വീഴ്ചയായിരുന്നു അത്. സീസർ വീണപ്പോൾ ഞാനും നിങ്ങളും അയാളോടൊപ്പം വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്ക് ആന്റണി അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് വരെ സീസർ എന്ന സ്വേച്ഛാധിപത്യയുടെ പ്രതികൂലങ്ങളെ എറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ക്രൂരനായിരുന്നു എന്ന് പറഞ്ഞിരുന്ന സദസ്സ് മാർക്ക് ആന്റണിയുടെ നിമിഷ നേരം ഉണ്ടായിരുന്ന പ്രസംഗത്തിലൂടെ സീസറിനെ വാതോരാതെ പുകഴ്ത്തി ആ മനുഷ്യൻ മഹാനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃതശരീരത്തെ ഏറ്റവും ശ്രദ്ധേയമായി മറവ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് ജൂലിയസ് സീസർ എന്ന ദുരന്ത നാടകത്തിൽ ഷേക്സ്പിയർ വർണ്ണിക്കുന്നത്. ഒരുപക്ഷെ ഒരു നല്ല നേതാവിനുണ്ടാകാവുന്ന ഒരു വലിയ ഗുണവും ഇത് തന്നെയാണ്. ചുരുങ്ങിയ നേരം കൊണ്ട് തൻ്റെ മുമ്പിലുള്ള ശ്രോതാക്കളെ, പ്രേക്ഷകരെ തന്നിലേക്ക് അടുപ്പിച്ച് തൻ്റെ വിചാരങ്ങളെ അവരിലൂടെ ഈ ലോകത്തിലേക്ക് വിന്യസിപ്പിക്കാൻ സാധിക്കുക എന്നതാണ് ഒരു നല്ല നേതാവിൻ്റെ ഗുണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മെ സംബന്ധിച്ച് ഒരു നല്ല റോൾ മോഡലായി മുമ്പിൽ വെക്കാൻ പറ്റുന്ന നേതാവാണ് ക്രിസ്തു. അവൻ്റെ സംസാരവും ശൈലിയും അവൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെയും നാം പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മാതൃകയാക്കാൻ പറ്റുന്ന ഒരുവൻ തന്നെയാണ് ക്രിസ്തു. അവൻ്റെ സംസാരം ഏറെ ശ്രേഷ്ഠമായിരുന്നു. നമ്മളും സംസാരിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ കൂട്ടല്ല എങ്കിലും മലയാളിയുടെ തനിത്തനിമയോടെ നാം സംസാരിക്കാറുണ്ട്. പുരാണത്തിലെ ഒരു അസ്ത്രവിദ്യ പോലെയാണ് നമ്മുടെ സംസാരമൊക്കെ. എടുക്കുമ്പം 1, പിടിക്കുമ്പം 2, തൊടുക്കുമ്പം 3, തറയ്ക്കുമ്പം അതിനേക്കാൾ ഏറെ എന്നതായിരിക്കും നമ്മുടെയൊക്കെയും സംസാരത്തിൻ്റെ. ചിന്തിക്കുമ്പോൾ ഒരർത്ഥമേ നമ്മുടെ സംസാരത്തിന് തോന്നാറുള്ളൂ. പക്ഷേ പറയുമ്പോൾ അത് മറ്റൊരർത്ഥത്തിലേക്ക് മാറും. കേൾക്കുന്നവന് നാം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥമായിരിക്കുകയല്ല കേൾക്കുന്നവന് മനസ്സിലാകുന്നത്. കേട്ടവൻ മറ്റാരോടെങ്കിലും ഇത് പറഞ്ഞാൽ നാം പറയാൻ ഉദ്ദേശിച്ചതോ കേട്ടവൻ മനസ്സിലാക്കിയതോ യാതൊരു അർത്ഥവുമായ ബന്ധമല്ല പറഞ്ഞ മറ്റൊരാളോട് നമ്മുടെ സംസാരത്തിൽ നിന്ന് അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുക. അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ മാധ്യമ, സാമൂഹിക, സാംസ്കാരിക, മതനിലകളിലൊക്കെ വാക്സ്ഫോടനങ്ങൾ നടക്കുന്നത് ഈ സംസാരത്തിൻ്റെ ബന്ധം കൊണ്ടാണ്. ഓർക്കുക, ബന്ധങ്ങളെ എപ്പോഴും ഊഷ്മളമാക്കുന്നത് നമ്മുടെ സംസാരം. നന്നായി സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും ഊഷ്മളമായി നിൽക്കുന്നത്. എപ്പോഴും നിശബ്ദമല്ലാണ്ട് നമ്മളോട് സ്നേഹപൂർവ്വം സംസാരിക്കുന്നവരെ നമുക്ക് എപ്പോഴും ഹൃദ്യതയുള്ളവരായിരിക്കും. നമ്മളോട് അല്പം അകലം പാലിച്ച് മിതത്വത്തിൽ സംസാരിച്ച് കിടക്കുന്നവരോട് നാം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: ഓ, അയാൾക്ക് ഭയങ്കര ചാടേ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളോട് കൃത്യമായി സംസാരിക്കുന്നവരും അകലം പാലിച്ച് സംസാരിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇവർക്കിടയിൽ നിന്ന് എങ്ങനെ സംസാരിക്കണമെന്ന് നാം പഠിക്കുക. ഞാൻ മുമ്പ് ഓർമ്മിച്ചതുപോലെ നാം സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരാളാണ് ക്രിസ്തു. ഈ സൗന്ദര്യവും ഈ വാക്ചാരതയും ക്രിസ്തുവിന് ലഭിച്ചത് പിതാവിൽ നിന്നാണ്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പരീശന്മാർ അവന്റെ വചനം കേട്ട് ആശ്ചര്യപ്പെടുന്നുണ്ട്. ശേഷം പരീശന്മാർ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിനക്ക് ഈ ലാവണ്യവും വാക്ചാരതയൊക്കെ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന്. അതിന് ഉത്തരമായി ക്രിസ്തു പറയുന്നുണ്ട്: എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേത് അത്രയെന്ന്. എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേത് അത്രയെന്ന്. അതേ, ക്രിസ്തുവിന് സംസാരിക്കുവാൻ നല്ല വാക്ചാരുതയും നല്ല സംസാര ശൈലിയും ലഭിച്ചത് പിതാവിൽ നിന്നാണ്. പിതാവിൽ നിന്നാണ് പുത്രൻ തമ്പുരാൻ മനോഹരമായി സംസാരിക്കുവാൻ ഈ ലോകത്തിലേക്ക് പഠിക്കുന്നതും പഠിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. 30-ാം വയസ്സിൽ തുടങ്ങി 33-ാം വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ 3 വർഷക്കാലം മാത്രമേ ഏറെക്കുറെ ക്രിസ്തു ഈ ലോകത്തോട് സംസാരിച്ചിരുന്നുള്ളൂ. എന്നാൽ ആ 3 വർഷക്കാലം കൊണ്ട് ക്രിസ്തു സംസാരിച്ചിരുന്നത് എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ അവിസ്മരണീയമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ 3 വർഷം കൊണ്ട് ആ മനുഷ്യൻ എത്ര മനോഹരമായ സംസാരിച്ചിരിക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. വർഷം 10 കഴിയുന്നു, 45-ഉം 50-ഉം 60-ഉം ഒക്കെ കഴിഞ്ഞവര് ഈ കൂട്ടത്തിലുണ്ട്. നമുക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പക്ഷെ ഇപ്പോഴും നമ്മുടെ സംസാരവും നമ്മുടെ ശീലികളൊന്നും ആർക്കും ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ട്. ഈ ഒരു സമയത്താണ് വെറും 3 വർഷക്കാലം കൊണ്ട് ഒരു മനുഷ്യൻ
തൻ്റെ വാക്കിലൂടെ ഒരു വലിയ ജനത്തെ പിതാവിങ്കിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോൾ ആ അത്ഭുതം നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ ഭാഷയുടെ പ്രത്യേകത? 5 കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ഭാഷയിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്ന്, ഹിസ് ലാംഗ്വേജ് ഈസ് സിമ്പിൾ. അവൻ്റെ ഭാഷ വളരെ ലളിതമായിരുന്നു. ക്രിസ്തുവിൻ്റെ ഭാഷ വളരെ ലളിതമായിരുന്നു. ഗിരിപ്രഭാഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഒരു പ്രഭാതകാലത്ത് കുന്നിന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് താഴെ അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗത്തെ നോക്കിക്കൊണ്ട് കാറൽ മാർക്സും മറ്റ് സോഷ്യലിസ്റ്റ് ജനതകളും ഉച്ചരിക്കുന്നതിനേക്കാൾ മുമ്പേ ആ വലിയൊരു സത്യം ലോകത്തോട് പറഞ്ഞു കൊടുത്തു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവിൻ. ഒരു വലിയ ആശ്വാസ വാക്കുകളായിരുന്നു ആ മലയുടെ മുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് പ്രതിധ്വനിച്ചത്. നൊമ്പരത്തിലും പ്രയാസങ്ങളിലും വേദനയിലുമായിരിക്കുന്നവർക്ക് ആ വാക്കുകൾ വലിയ ആശ്വാസകരമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ കാര്യങ്ങളൊന്നും ക്രിസ്തു ലോകത്തോട് പറഞ്ഞു കൊടുത്തില്ല. നിസ്സാരമെന്ന് തോന്നുന്നതും എന്നാൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ഏറെ ശാന്തവും അനുഗ്രഹപ്രദവുമാക്കുന്ന വാക്കുകളായിരുന്നു ക്രിസ്തുവിൽ നിന്ന് എക്കാലം ഉണ്ടായിരുന്നത്. അവൻ പാപിനിയായവളെ കല്ലെറിഞ്ഞു വരുന്നവരോട് ഒറ്റക്കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായിരുന്നു? നിങ്ങളിൽ പാവമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ. വലിയ സിദ്ധാന്തങ്ങളോ ഫിലോസഫിക്കൽ വാക്യങ്ങളോ അല്ലെങ്കിൽ വലിയ സൈദ്ധാന്തികമായ ചിന്താഗതികളൊന്നും ക്രിസ്തു അവിടെ പ്രഘോഷിക്കാൻ നിന്നില്ല. നിസ്സാരമായ വചസ്സുകളിലൂടെ ആ വലിയ ജനക്കൂട്ടത്തെ അവൻ ശാന്തമാക്കി നിർത്തി. നിങ്ങളിൽ പാവമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിന്റെ ഭാഷ വളരെ ലളിതമാണ്. ഹിസ് ലാംഗ്വേജ് ഈസ് സിമ്പിൾ. രണ്ടാമത്, ഹിസ് ലാംഗ്വേജ് ഈസ് ഹംബിൾ. അവന്റെ വാക്കുകൾ, അവന്റെ സംസാരം എപ്പോഴും കുലീനത്വമുള്ളതായിരുന്നു. അഹങ്കാരത്തിന്റെയോ ദാഷ്ട്യത്തിന്റെയോ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരുന്നില്ല ക്രിസ്തുവിൽ നിന്ന് മൊഴിഞ്ഞു കേട്ടത്. എപ്പോഴും താഴ്മയുടെയും വിനയത്തിന്റെയും വാക്കുകളായിരുന്നു ക്രിസ്തുവിൽ നിന്ന് ഉണ്ടായത്. എല്ലാം സാധിക്കുമെങ്കിലും അവൻ ദൈവത്തോട് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പിതാവിനോട് പോലും എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും കരുത്ത് നൽകി പിതാവിനോട് പോലും സർവസൃഷ്ടിയുടെയും മകുടമായിരുന്ന ഒരുവൻ താഴ്മയോടെ സംസാരിക്കുന്നു. അതിനുശേഷം ഏറ്റവും കൃത്യമായി വിനയത്തിന്റെ ഭാഷയിൽ തന്നേക്കാൾ പ്രാമുഖ്യരായിരുന്ന ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അവൻ സ്നേഹപുരസ്സരം പറയുന്നു, നിങ്ങളുടെ കാലുകളിൽ ഞാൻ കഴുകിക്കൊള്ളട്ടെ എന്ന്. നോക്കുക, വിനയത്തിന്റെയും താഴ്മയുടെയും എപ്പോഴും മനുഷ്യന് കൃത്യമായ രീതിയിൽ കുലീനത്വം തുളുമ്പുന്ന വാക്കുകളായിരുന്നു ക്രിസ്തുവിൽ നിന്ന് ഉണ്ടായത്. അപ്പോ ഹിസ് ലാംഗ്വേജ് ഈസ് ഹംബിൾ. മൂന്നാമത്, ഹിസ് ലാംഗ്വേജ് ഈസ് ഏബിൾ. ഏവർക്കും പ്രാപ്യമായ ഭാഷയായിരുന്നു ക്രിസ്തു സംസാരിച്ചത്. ആർക്കും മനസ്സിലാവും. സിമ്പിൾ ആണെന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും പരീക്ഷന്മാർക്കും വേദപണ്ഡിതന്മാർക്കും വ്യാഖ്യാനികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ക്രിസ്തു എക്കാലവും സംസാരിച്ചിരുന്നത്. അവന്റെ ഭാഷ പ്രാപ്യമായിരുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം നോക്കൂ, 12-ാം വയസ്സിൽ പോലും ക്രിസ്തുവിനോട് ആഭിമുഖ്യം പുറത്തിരുന്ന പരീക്ഷന്മാർക്ക് മുമ്പാകെ അവൻ സംസാരിക്കാൻ നോക്കിയ ഏറെ സംസാരിക്കുന്നവൻ പ്രാപ്യമായി അവർക്കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ സാധാരണക്കാരന് അത് കേൾക്കുമ്പോഴും ഏറെ ശ്രേഷ്ഠമായി തോന്നി. അതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയില് അവൻ വയലും തൊട്ടടുത്ത അടുക്കളയിലെ ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടായ ഭാഗങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് സ്വർഗരാജ്യം എന്ന ഉപമയെ വിവക്ഷിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഏറെ സ്വീകാര്യമായ, ഏത് ജനത്തിനും സാധാരണക്കാരനും ഉന്നതനായ പണ്ഡിതനും പ്രാപ്യമായ ഒരു ഭാഷയായിരുന്നു ക്രിസ്തു ഉപയോഗിച്ചിരുന്നത് എന്ന്. നാലാമത്, ഹിസ് ലാംഗ്വേജ് ഈസ് പോസിബിൾ. അവന്റെ ഭാഷ സ്വീകാര്യമായിരുന്നത് മാത്രമല്ല, ഏറെ സാധ്യതയുള്ളതായിരുന്നു. ചുമ്മാ അരമണിക്കൂറോ 3/4 മണിക്കൂറോ നിന്ന് വാക്തോരാതെ സംസാരിച്ചിരുന്ന് മടങ്ങുന്ന ഒരുവനെയായിട്ടല്ല ക്രിസ്തുവിനെ വേദഗ്രന്ഥം കാട്ടിത്തരുന്നത്. മറിച്ച് അവൻ പറയുന്ന കാര്യങ്ങൾ സ്വഭവനത്തിലോ സ്വജീവിതത്തിലോ പരിഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉൾക്കൊള്ളാവുന്നതോ പറ്റുന്നതുമായ ചിന്താ ശകലങ്ങളിലേക്കായിരുന്നു ആ വാക്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ? ചിലർ സംസാരിക്കുമ്പോൾ അറുബോറെന്ന് തോന്നും. എന്നാൽ ചിലരോട് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് എണ്ണിക്കാനേ നമുക്ക് തോന്നിയില്ല. അവിടെ നിന്ന് എണ്ണിച്ചു കഴിയുമ്പോഴും അവർ നമ്മളോട് പറഞ്ഞ സംവേദന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ താരതമ്യപ്പെടുത്താവുന്ന ഭാഷകളാ എപ്പോഴും പലരും സംസാരിക്കാറുണ്ട്. മിക്കപ്പോഴും പ്രാസംഗികരായവർ നമ്മോട് സംവദിക്കുന്നത് വീടുകളിൽ ചെന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്,
കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞത് എൻ്റെ വീട്ടിലെ കാര്യമാണെന്ന് തോന്നുന്നു. എപ്പോഴും നമ്മുടേതായ നിലയിൽ നിന്നുകൊണ്ട് സംവേദനത്തെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവും സ്വീകാര്യമായ ഒന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന്. ഓർക്കുക, ഏത് ധരണിയിലുള്ളവർക്കും ഏത് തലത്തിൽ നിൽക്കുന്നവർക്കും സ്വീകാര്യമായ പോസിബിളായ ഒരു ഭാഷയായിരുന്നു ക്രിസ്തു ഉപയോഗിച്ചിരുന്നത്. അഞ്ചാമതായി, ഹിസ് ലാംഗ്വേജ് ഈസ് പവർഫുൾ. അവൻ്റെ ഭാഷ ശക്തിവത്തതായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ വാക്ക് നിമിത്തം ഭൂതം അവൻ്റെ മകളെ വിട്ടുപോയി എന്ന്. പിന്നെയും ഉണ്ട്, ഭൂതം ഓടി വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കരുതേ, അഥവാ നീ വിട്ടയക്കുന്നുണ്ടെങ്കിൽ ആ പന്നിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ പൊക്കൊള്ളാം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഭാഷ എത്രത്തോളം ശക്തമായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഓർക്കുക, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 54-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവനീ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്നും ലഭിച്ചു എന്നതിന് ഉത്തരമായി പറയുമ്പോഴും ഏറെ പവർഫുള്ളായിട്ടാണ് പറയുന്നത്, ശക്തിവത്തായതാ പറയുന്നത്. ഈ ഭാഷയും ലാവണ്യമൊക്കെ എനിക്ക് ലഭിച്ചത് എൻ്റെ പിതാവിൽ നിന്നാണ്. ഓർക്കുക, ക്രിസ്തുവിന്റെ ഭാഷയ്ക്ക് 5 തലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഹിസ് ലാംഗ്വേജ് ഈസ് സിമ്പിൾ. വളരെ ലളിതമായ ഭാഷയായിരുന്നു ക്രിസ്തു എക്കാലവും ഉപയോഗിച്ചിരുന്നത്. 2, ഹിസ് ലാംഗ്വേജ് ഈസ് ഹംബിൾ. അവന്റെ ഭാഷ വളരെ കുലീനത്വം ഉള്ളതായിരുന്നു. 3, ഹിസ് ലാംഗ്വേജ് ഈസ് ഏബിൾ. ഏവർക്കും പ്രാപ്യമായ ഭാഷയായിരുന്നു ക്രിസ്തു ഉപയോഗിച്ചിരുന്നത്. 4, ഹിസ് ലാംഗ്വേജ് ഈസ് പോസിബിൾ. ക്രിസ്തു എപ്പോഴും സ്വീകാര്യമായ സാധ്യതകൾ നിറഞ്ഞ ഭാഷയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. 5, ഹിസ് ലാംഗ്വേജ് ഈസ് പവർഫുൾ. ശക്തിവത്തായ ഭാഷയായിരുന്നു ക്രിസ്തു എപ്പോഴും ഉപയോഗിച്ചിരുന്നത്. അവന്റെ ഭാഷ അവന്റെ ശിഷ്യന്മാരെ ഏറെ സ്വാധീനിച്ചിരുന്നു എന്നത് ഏറെ സത്യം തന്നെയാണ്. നാം ഒരു നാട്ടിലായിരിക്കുമ്പോൾ ആ നാടിന്റെ സംസ്കാരവും ഭാഷയും നമ്മളെ സ്വാധീനിക്കുക എന്നത് പറയുന്നത് ഏറെ സത്യമായ കാര്യമാണ്. ഉദാഹരണത്തിന്, നിരണത്തുകാരനായ ഒരാൾ അല്ലെങ്കിൽ പരുമലവാസിയായ ഒരുവൻ തിരുവനന്തപുരത്ത് പോയി 2-3 മാസം താമസിച്ചാൽ തിരുവനന്തപുരത്തുകാരുടെ വാക്കുകൾ കൂട്ടിക്കുളർന്ന ഒരു ലാംഗ്വേജ് ശൈലിയുണ്ട്. ആ ശൈലി സ്വാഭാവികമായിട്ടും ആര് പഠിക്കും? നമ്മൾ പഠിക്കും. ഇനി തെക്കുന്ന് നേരെ വടക്കോട്ട് പോയാലും വടക്കത്തെ ഭാഷകൾ ഈ മലയാളവും ഇതര സംസ്ഥാനങ്ങളിലെ ഭാഷയും കൂടെ മിക്സ് ആയിട്ടുള്ള ഭാഷയാണ്. നാം അവിടെ ചെന്ന് താമസിച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. എന്തിനാ? ഈ നാടുകളിലെ ചില വാക്കുകൾക്ക് പോലും ചില വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവിടെ അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കട്ടെ. കിടാവ് എന്ന് പറഞ്ഞാല് പശുവിന്റെ കുട്ടിക്ക് വിളിക്കുന്ന പേരാണ് കിടാവ് എന്ന്. എന്നാൽ വടക്കൻ നാട്ടിലോട്ട് ചെന്ന് ആ കിടാവിനെ അഴിച്ച് തൊഴുത്തിലോട്ട് കെട്ടെന്ന് പറഞ്ഞാൽ അടി അന്നരെ കിട്ടും. കാരണം ആ നാട്ടുകളിൽ കിടാവ് എന്ന് പറയുന്നത് കുട്ടികളെയാണ് കിടാവ് എന്ന് വിളിക്കുന്നത്. ഓരോ നാടിന്റെ ഭാഷയ്ക്കും ഓരോ വാക്കുകൾക്കും ഓരോ വ്യത്യാസമുണ്ട്. എന്നാൽ ഏത് നാട്ടിൽ ചെന്നാലും ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരേ കൂട്ടരേ ഉള്ളൂ, അത് മലയാളികളാണ്. അത് ബോംബെയിലായിക്കോട്ടെ, സൗദിയിലായിക്കോട്ടെ, ഷാർജയിലായിക്കോട്ടെ, ഇനി അമേരിക്കയിലായാലും ആ നാട്ടിലെ ഭാഷ വളരെ ചുരുക്കം കാലഘട്ടം കൊണ്ട് മനസ്സിലേക്കും ശരീരത്തിലേക്കും ആവാസിച്ചെടുക്കുന്ന ഒരു വലിയ പ്രേരണ ശക്തി മലയാളിക്കുണ്ട്. അതുകൊണ്ട് ബോംബെയിലൊക്കെ പോയിട്ട് വന്ന പിന്നെ നമ്മുടെ അച്ചായന്മാര് ചറവറ എന്ന് ഹിന്ദിയെ പറയത്തുള്ളൂ, മലയാളം സംസാരിക്കാറേ ഇല്ല. ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ പിന്നെ കുറെ നാളുകൾക്ക് വേറൊരു ഗൾഫുകാരനെ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അവർ അറബിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. കാരണം വേറൊരു നാട്ടിൽ നിന്ന് ആ ഭാഷ കൈകാര്യം ചെയ്തു വന്നാൽ പിന്നെ ഉള്ളിൽ നിന്ന് ആ ഭാഷ മുമ്പോട്ട് കൊണ്ടുപോകാൻ നാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏത് നാട്ടിൽ ചെന്നാലും ആ നാടിന്റെ ഭാഷയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ് ബംഗാളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട അനിയന്മാര് ഇവിടെ നിന്ന് മലയാളം പഠിച്ച് നമ്മുടെ നാട്ടുകാരായി മാറ്റപ്പെട്ടത്. കാരണം നമ്മുടെ ജീവിതശൈലിക്ക് ഈ വലിയൊരു വ്യത്യാസമുണ്ട്. തൊട്ടടുത്തവനെ പോലും നമ്മുടേതാക്കി മാറ്റാവുന്ന, അല്ലെങ്കിൽ അകലിൽ നിൽക്കുന്നതിനെ പോലും നമ്മുടേതാക്കി മാറ്റുന്നതായ ഒരു വലിയ കാന്തിക ശക്തി മലയാളിക്ക് തമ്പുരാൻ മുകളിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഈ വലിയൊരു ശക്തിയിലാണ് നാം മുമ്പോട്ട് പോകുന്നത്. ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോഴും അവൻ്റെ ശിഷ്യന്മാർക്കും ഈ മലയാളികളെ പോലൊരു സിദ്ധി ഉണ്ടായി. ക്രിസ്തുവിൻ്റെ ഭാഷ അവർ ഒപ്പിയെടുക്കുകയായിരുന്നു. ക്രിസ്തുവിനൊപ്പം ചരിക്കുന്ന ശിഷ്യന്മാർക്കും ക്രിസ്തുവിൻ്റെ ഭാഷ സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 73-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 73-ാം വാക്യത്തില് പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ഭാഗമാണ്.
പത്രോസ് ക്രിസ്തുവിനെ തള്ളി പറയുമ്പോൾ ഇരട്ടത്തിരുന്നിരുന്ന ഒരു സ്ത്രീ മുമ്പോട്ട് വന്ന് പറയുന്നുണ്ട്, എടാ കള്ള, നീ കള്ളത്തരം പറയല്ലേ, നോക്കി നീ സംസാരിക്കുന്നത് പോലും, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ ഉച്ചാരണം പോലും, ആ വാക്കാണ് അവിടെ ശ്രദ്ധേയം, നിന്റെ ഉച്ചാരണം പോലും അവനെ പോലെ ഇല്ലേ എന്നാണ് ആ സ്ത്രീ പത്രോസിനോട് ചോദിക്കുന്നത്. ഉച്ചാരണം എന്നാൽ ആക്സന്റ്, സ്റ്റൈല്. നോക്കി, ക്രിസ്തുവിനൊപ്പം നടന്ന് പത്രോസിന്റെ വാക്കുകൾ പോലും അല്ലെങ്കിൽ അവന്റെ ഉച്ചാരണ ശക്തി പോലും ക്രിസ്തുവിൻ്റെതുപോലെ ആക്കപ്പെടുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാരെ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ആ സ്ത്രീ ഇരുട്ടിൽ നിന്ന് പത്രോസിനെ കണ്ടെത്തുന്നത് അവന്റെ സംസാരത്തിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഓടി വന്ന് പറയുന്നുണ്ട്, എടാ കള്ള, നീ കള്ളത്തരം പറയുകയല്ലേ, നിന്റെ ഉച്ചാരണം പോലും ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു, നീ അവന്റെ ശിഷ്യൻ തന്നെ എന്ന് പറയുന്നുണ്ട്. അതെ, ക്രിസ്തുവിന്റെ അനുയായിയായ ക്രിസ്ത്യാനിയായ നമ്മളുടെയും വാക്കുകളും ഉച്ചാരണവും ശൈലിയുമൊക്കെ ക്രിസ്തുവിനെ പോലെ ആകേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സംസാരങ്ങളോ ശൈലികളോ ജീവിത സത്യങ്ങളോ ക്രിസ്തുവിന്റെ കൂട്ട് ആകുന്നില്ല. അപ്പോ ഈ വർഷം അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് നാം കാൽവെക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ നാം ഒന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്നത് നേരെ അപഹസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ പോലെ സംസാരിച്ചാൽ ഒരുപക്ഷെ അവൻ ആ കാലഘട്ടത്തിൽ നടത്തിയതുപോലെ ഏറെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഈ ലോകത്ത് നമുക്കും കൊണ്ടുവരുവാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ പോലെ സംസാരിക്കുവാൻ നമുക്ക് പറ്റുന്ന ഒരേ ഒരു മാധ്യമം ക്രൂശാണ്. ക്രൂശാണ് ഏറ്റവും ക്രിസ്തുവിന്റെ ഭാഷയെ സായാപ്തമാക്കിയ ഒരു തലം. ക്രൂശിൽ നിന്ന് നമുക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്കാം. അതിന് ക്രിസ്തുവിന്റെ ക്രൂശിലെ അവസാന 7 മൊഴികളെ ഞാൻ കടമെടുക്കുക. ക്രൂശിലെ 7 മൊഴികളിലൂടെ ഈ ലോക ജീവിതത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെ ഭംഗിയാക്കാം നമ്മുടെ സംസാര ശൈലി എന്ന് നാം പഠിക്കാം. ഒന്നാമതായി കുരിശിലെ 7 മൊഴികളിൽ ഒന്നാമത്തെ മൊഴി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. വേർഡ് ഓഫ് ഫോർഗീവ്നെസ്, ക്ഷമയുടെ ശബ്ദം. അതെ, സംസാരിക്കുമ്പോൾ നമ്മിൽ നിന്ന് ആദ്യം ഉണ്ടാകേണ്ടത് ഒരു ക്ഷമയുടെ ശബ്ദം തന്നെയാണ്. ക്രിസ്തു ഈ ക്ഷമയുടെ ശബ്ദം ശീലിച്ചത് കൊണ്ടാണ് തന്റെ പരസ്യ ശുശ്രൂഷയിലൊക്കെയും ഹൃദ്യമായി മറ്റുള്ളവരെ കേൾക്കത്തക്ക രീതിയിൽ ഒരു നല്ല ശ്രോതാവായി അവൻ മാറിയത്. വേർഡ് ഓഫ് ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഇത് ക്രിസ്തുവിന്റെ നിത്യ പുരോഹിതനായ യേശുവിന്റെ ഒരു പുരോഹിത പ്രാർത്ഥനയായി ഈ ഭാഗത്തെ നമുക്ക് മാറ്റാം. സ്വന്തം ജീവൻ ബലിയായി നൽകുന്ന ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ ഭാഷയായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. നോക്കി, തൊട്ടുതാഴെ തന്നെ പീഡിപ്പിക്കുകയും തന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ പിതാവിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി, നൊമ്പരപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ സംസാര ശൈലി. വിശുദ്ധനായ ലൂക്കോസ് ലീഹ 6-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഏറ്റവും ഒടുക്കം പറയുന്നുണ്ട്, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മെ നൊമ്പരപ്പെടുത്തുന്നവരുണ്ടാകാം, വാക്കുകൾ കൊണ്ടോ ചലനങ്ങൾ കൊണ്ടോ നമ്മെ വേദനിപ്പിക്കുന്നവരുണ്ടാകാം. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വലിയ സത്യത്തിലേക്കാണ് നാം നടന്നു പോകേണ്ടത്. അതാ ലൂക്കോസ് ലീഹ പറയുന്നത്, നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കുക, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന്റെ 60-ാം വാക്യത്തില് ക്രിസ്തുവിനോടുള്ള ഭക്തിയെ പ്രതി മറ്റുള്ളവരാൽ കല്ലേറിന്റെ നൊമ്പരങ്ങൾ ഏൽക്കപ്പെടുമ്പോഴും സ്തെഫാനോസ് സഹത മുട്ടുകുത്തി നിന്നുകൊണ്ട് ഉയരങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് എന്ന്. കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് എന്ന് സ്തെഫാനോസ് ശമ്മാസൻ നൊമ്പരങ്ങളിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർക്കുക, ആ മനുഷ്യന്റെ മനസ്സ് ദൈവത്തോട് എത്രത്തോളം അനുരൂപമായിരുന്നു എന്ന്. ക്രിസ്തുവിന്റെ സംസാര ശൈലിയോട് ആ വിശുദ്ധന്റെ ജീവിതം എത്രത്തോളം അനുരൂപപ്പെട്ടിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
വിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, അനുഗ്രഹിക്കല്ലാതെ നിങ്ങൾ ശപിക്കരുത്. ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, അനുഗ്രഹിക്കല്ലാതെ നിങ്ങൾ അവരെ ശപിക്കരുത് എന്ന് പൗലോസ് ശ്ലീഹായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന ശിഷ്യന്മാരുടെ പ്രതിധ്വനി ഇതാണ്. തന്നെ അപഹസിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം ഇവരെയൊക്കെയും കാട്ടിത്തരുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായികളായ ക്രിസ്ത്യാനികളായ നമ്മുടെ സംസാര ശൈലിയിൽ നിന്ന് എപ്പോഴും ഉരുത്തിരിയേണ്ടത്, നമ്മെ അപഹസിക്കുകയും നൊമ്പരപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവരോട് പോലും ക്ഷമാപൂർവ്വം സംസാരിക്കുവാനാണ് നാം ആദ്യം പഠിക്കേണ്ടത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യത്തില് ക്രിസ്തുവിന് നേരെ ഒരു ആരോപണം ഉണ്ടാകുന്നുണ്ട്. ക്രിസ്തുവിന് നേരെ ഉണ്ടാകുന്ന ആരോപണം ഇപ്രകാരമാണ്: അവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് അവനിൽ ഭ്രാന്ത് ഉണ്ടാകിയിരിക്കുന്നു. ആ ബാധയൊക്കെയും ദൂരീകരിക്കുന്നത് ഈ ഭൂതങ്ങളുടെ രാജാവിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധേയമായി പറയുന്നുണ്ട്, സ്വന്തം വീട്ടുകാര് പോലും ക്രിസ്തുവിനെതിരായി സംസാരിച്ചുകൊണ്ട് പറയുന്നു അവന് ഭ്രാന്താന്ന്. ക്രിസ്തുവിന് ഭ്രാന്താണെന്ന് സ്വന്തം വീട്ടുകാർ. നാട്ടുകാർ പറഞ്ഞ പിന്നെ നമുക്ക് ക്ഷമിക്കാം. കൂടെ കരുതേണ്ട വീട്ടുകാർ തള്ളുമ്പോൾ ഉണ്ടാവുന്ന വേദന എത്രത്തോളമാണെന്ന് എന്നേക്കാളേറെ നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. അവിടെ ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ്. എന്നാൽ ക്രിസ്തു അവിടെ കാട്ടുന്ന ഒരു പ്രതികരണം നാം പഠിക്കേണ്ടത്. തൻ്റേതല്ലാത്ത ഒരു ആരോപണം, താനല്ല, തൻ്റെ ഭ്രാന്ത് മൂലമല്ല താൻ ഇതൊക്കെയും ചെയ്യുന്നത്. എന്നാൽ തൻ്റേതല്ലാത്ത ഒരു ആരോപണം തനിക്കെതിരെ ഉയർന്നിട്ടും ക്രിസ്തു ചെയ്യുന്ന പ്രതികരണം ഏറെ മാതൃകാപരമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ആ പ്രതികരണം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: തന്നെക്കുറിച്ച് അധിക്ഷേപിച്ചവരെ ക്രിസ്തു അടുക്ക വിളിച്ച് അവരോട് സംസാരിച്ചു. തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെ അടുക്ക വിളിച്ച് അവരോട് മാത്രം സംസാരിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ ചിത്രം വിശുദ്ധ മർക്കോസ് നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നമ്മളും മനുഷ്യരാണ്. നമുക്കെതിരെ ആരോപണങ്ങളും അപഹാസ്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. നാം നടത്തുന്ന പ്രതികരണം എങ്ങനെയെന്ന് ഒന്ന് പഠിച്ചു നോക്കാം. നമുക്കെതിരെ അല്ലാണ്ട് ഞാൻ ചെയ്യേണ്ടാത്ത അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയതായ ഒരു പ്രതികരണങ്ങളെ 10 പേരുടെ മുമ്പിൽ വെച്ച് ഒരാൾ ഉച്ചത്തിൽ പറയുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തോ ആയിരിക്കും? ഏറെ അട്ടഹസിച്ചുകൊണ്ട് നമ്മെ എതിർത്തവന്റെ വാക്കുകളെ അവന്റെ ശരീരത്തെ പോലും വേദനിപ്പിക്കുന്ന രീതിയിലാകും നമ്മുടെ പ്രതികരണം എപ്പോഴും നടക്കുക. എന്നാൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മനുഷ്യ സഹജമാണ്, പക്ഷെ ക്ഷമിക്കുന്നത് ദൈവികവും. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മാനുഷികമാണ്, പക്ഷെ ക്ഷമിക്കുക ദൈവികമാണ്. തന്നെതല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ദൈവികമായ മാതൃകത്തിലേക്കാണ് നാം നടക്കേണ്ടത്. പക്ഷെ നാം പലപ്പോഴും ചെയ്യുന്നത് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ട് നമ്മുടെ വാക്സരണികൾ കൊണ്ട് നമ്മെ എതിർത്തവനെ തച്ചുടയ്ക്കുന്ന പ്രതികരണങ്ങളാ എപ്പോഴും നമ്മിൽ നിന്നുണ്ടാകുന്നത്. പോസിറ്റീവോ നെഗറ്റീവോ ചിന്ത എന്തോ ആകട്ടെ, പറഞ്ഞതിനെ മുമ്പിലേക്ക് വന്നവനോട് വെട്ടിത്തിരിച്ച് മറുപടി പറയുന്ന ഒരു സംസാരശീലത്തിലാണ് എപ്പോഴും നാം സഞ്ചരിക്കുന്നത്. ഇതിന് സൈക്കോളജിക്കൽ ഫാക്റ്റ് ഉണ്ട്, അബ്നോർമൽ സൈക്കോളജി എന്ന് പറയും. അതായത് പോസിറ്റീവായ ഒന്നിനെ ക്രിസ്തുവിനോട് അവന്റെ വീട്ടുകാരും നാട്ടുകാരും കാട്ടിയത് ഈ പ്രതികരണമാണ്. അവന് ഭ്രാന്തെന്ന് പറഞ്ഞത് ക്രിസ്തുവിന്റെ നന്മയാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ നൽവരത്താലാ ക്രിസ്തു ഈ അത്ഭുതങ്ങളൊക്കെയും ചെയ്യുന്നത്. എന്നാൽ അത് തിരിച്ചറിയാതെ അവന് ഭ്രാന്താണ്, ബേൽസബൂൽ എന്ന ഭൂതങ്ങളുടെ രാജാവിനെ കൊണ്ടാണ് ഇതൊക്കെയും ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ നന്മയും അവർ തിന്മയാണ് എന്ന് പറഞ്ഞ് തച്ചുടയ്ക്കുന്ന ഒരവസ്ഥ. ഈ ഒരു സ്ഥിതിവിശേഷത്തിന് ആ സൈക്കോളജിയിൽ പറയുന്നത് അബ്നോർമൽ സൈക്കോളജി എന്ന് വെച്ചാൽ നോർമലായ ഒരു കാര്യത്തെ അബ്നോർമലാണ് എന്ന് പറഞ്ഞ് നോർമലിനെയും അബ്നോർമലാക്കുന്ന രീതി. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ 20 പേരുള്ള ഒരു ക്ലാസ്സിൽ, ചെറിയൊരു ക്ലാസ്, കണക്കിൻ്റെ മാർക്ക് ലഭിച്ചു. എപ്പോഴും വേദനകരമായിട്ടുള്ള മാർഗാണ് കണക്കിൻ്റേത്. എപ്പോഴും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ആ മാർക്ക് നമുക്ക് ലഭിക്കുന്നത് തന്നെ. അതിൽ 18 പേര് തോറ്റുപോയി, സ്വാഭാവികം. 2 പേർ അത്ര വിജയത്തിലല്ലെങ്കിലും ഇനിയിപ്പുറം കടന്നുപോയി. ക്ലാസ്സിൽ പേപ്പർ കൊടുത്ത് ടീച്ചർ ഇറങ്ങി കഴിയുമ്പോൾ ഈ 18 പേരും
ശത്രുക്കളാണെങ്കിലും തോറ്റവരൊക്കെയും ഒന്നാണല്ലോ. ഇവരൊറ്റക്കെട്ടായിട്ട് നിൽക്കും. ഈ രണ്ടുപേരെ രൂക്ഷമായി ഇവർ വിമർശിക്കാൻ തുടങ്ങി. അപ്പം ജയിച്ച ഈ 2 പേർക്കൂടെ തോന്നിപ്പോകും ജയിക്കേണ്ടായിരുന്നു. മനസ്സിലായോ? 18 പേരുടെയും ഭാഷയും സാങ്കേതികത്വവും ഒറ്റക്കെട്ടാവുമ്പോൾ ജയിച്ചവർക്ക് തോന്നിപ്പോവും ജയിക്കേണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നോർമലായ ഒന്നിനെ ഇത് നോർമലല്ല എന്ന് പറഞ്ഞ് നാം എന്ത് ചെയ്യും? അബ്നോർമലായി മാറ്റും. ഇത് മലയാളിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. രാത്രിയിൽ ഒരു 11 മണി കഴിഞ്ഞാൽ അയൽക്കാരന്റെ വീട്ടിൽ വെളിച്ചമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ ഇരുണ്ടുകൂടുന്നത് കുറേ ദുശ്ചിന്തകളാണ്. നമ്മളങ്ങ് അതങ്ങ് ഊതി വീർപ്പിച്ച് വലുതാക്കും. അതെ, അയൽക്കാരന്റെ മകളോ മകനോ രാത്രി ഇരുട്ടിയതിനു ശേഷം ആരുടെയെങ്കിലും ഒരു വാഹനത്തിൽ നമ്മുടെ മുറ്റത്ത് വന്നിറങ്ങിയാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അത്ര നല്ല ചിന്തകളൊന്നുമല്ല. നല്ലതാണെങ്കിൽ കൂടിയും നമ്മളങ്ങ് പറയും, ഓ ആ ചെറുക്കൻ കുഴപ്പമാണ്, രാത്രിയായിട്ടാണ് വരുന്നത്. ആ പെങ്കൊച്ചു, അവൾ എന്ത് കൊച്ചാ, എത്ര രാത്രി പട്ടപ്പാരാത്രിക്ക് അവൾ വരുന്നേ, അവളുടെ സ്വഭാവം ശരിയൊന്നുമല്ല. അതെ, നല്ലതാണെങ്കിലും നമ്മൾ പറഞ്ഞ് എന്തോ ആക്കും, തിന്മയാക്കി മാറ്റും. ഇത് ഒരു സൈക്കോളജിയാണ്. ഈ സൈക്കോളജിക്ക് അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത്. എന്നാൽ ഖലീൽ ജിബ്രാൻ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മളൊരു മനുഷ്യനെ വെറുക്കുവാനായിട്ട്, കുറ്റപ്പെടുത്തുവാനായിട്ട് 100 കാരണങ്ങൾ ഒരു മനുഷ്യൻ ഉണ്ടായേക്കാം. പക്ഷേ അവനെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു കാരണം നാം വിസ്മരിക്കുമ്പോൾ നാം വലിയ പാപികളായി മാറ്റപ്പെടുന്നുവെന്ന്. ഒരു തവണ ഇവിടെ ആവർത്തിക്കാം. ഒരു മനുഷ്യനെ വെറുക്കുവാനായിട്ട്, തള്ളുവാനായിട്ട് 100 കുറവുകൾ ഒരു മനുഷ്യനിൽ നാം കണ്ടേക്കാം. പക്ഷേ അവനെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു കാരണം നാം നിഷേധിക്കുമ്പോൾ നാം സ്വർഗത്തിൽ വലിയ പാപികളായി മാറ്റപ്പെടുകയാണ്. ഓർക്കുക, ക്ഷമയുടെ ശബ്ദമാകട്ടെ പുതിയ ആണ്ട് ആരംഭിക്കുമ്പോൾ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ക്രിസ്തുവിനെ പോലെ ക്ഷമയുടെ ശബ്ദത്തിൽ ഈ ലോകത്ത് സംസാരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. രണ്ടാമത്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 43-ാം വാക്യത്തിലാണ് ക്രൂശിലെ 2ാമത്തെ മൊഴി ഉദ്ഭവിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 43-ാം വാക്യം, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. വേർഡ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ വാക്ക്. ഈ ഭാഗവും നമുക്ക് ഏറെ ശ്രദ്ധേയമാണ്. കാരണം സാഹചര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു വാക്യമാണ് ഇവിടെയുള്ളത്. അല്പനേരത്തിന് ശേഷം മരിക്കാവുന്ന ഒരു കള്ളൻ ക്രിസ്തുവിനോട് പറഞ്ഞു കൊടുക്കുക, കർത്താവേ, നിന്റെ 2ാമത്തെ ആഗമനത്തിൽ എന്നെയും കൂടെ നീ ഉൾപ്പെടുത്തണമെന്ന്. ക്രിസ്തു പറയുക, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. കള്ളന്റെ യാചന പ്രത്യക്ഷത്തിൽ അസാധാരണമായി നമുക്കൊന്നും തോന്നുന്നില്ല. മരിക്കാൻ പോകുന്നവൻ നീ എന്നാ പറഞ്ഞാൽ എന്തുവാ, അതിന് വലിയ പ്രത്യേകതയൊന്നും നാം ചെയ്യത്തില്ല. പക്ഷേ യഹൂദന്മാരുടെ ഇടയിലെ വിശ്വാസം അനുസരിച്ച് ലോകാവസാനത്തില അവരുടെ ദൈവരാജ്യം പ്രത്യക്ഷമാകുന്നിടത്ത അന്ത്യ ന്യായവിധി ആരംഭിക്കുന്നതെന്ന് യഹൂദന്മാർക്കിടയിൽ ഒരു വലിയ വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിന്റെ മാതൃകയെ പിഞ്ചെന്നുകൊണ്ട് ഈ കള്ളം പറയുന്നത്, നീ 2ാമത് വരുമ്പോ തമ്പുരാനെ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമെന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ വീണ്ടും അന്ത്യ ന്യായവിധി കടന്നു വരുമെന്ന ആ കള്ളന്റെ മനസ്സിലൊരു ചെറിയ പ്രതീക്ഷയാണ്. ഈ കള്ളനെ സംബന്ധിച്ച് ഏറെ കഥകള് പ്രചാരത്തിലുണ്ട്. ഇതിലേറെ ശ്രദ്ധേയമായ ഒരു കഥയാണ്, ഈ കള്ളന്റെ പേര് ദീസ്മാസ് എന്നും ദേമാസ് എന്നും ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ കള്ളൻ കന്യകമറിയാമും യോസേഫ് പിതാവും കൂടെ അവരുടെ പലായന യാത്രയുടെ കാലഘട്ടത്തില് ഒരു കൊള്ളസംഘമായിട്ട് കന്യകമറിയാമിനെയും യോസേഫ് പിതാവിനെയും ആക്രമിക്കുവാനായി ഒരു സംഘം കടന്നു വരുന്നുണ്ട്. ഈ സംഘത്തലവന്റെ മകനാണ് ഇന്ന് ഈ കള്ളൻ എന്ന് ഒരു കഥയുണ്ട്. അന്ന് ഈ കുഞ്ഞിന്റെ നൈർമല്യതയും ആ നിഷ്കളതയും കണ്ടിട്ട് ഈ മകൻ അപ്പനോട് പറയുന്നുണ്ട്, അപ്പാ, ഇവരെ ഉപദ്രവിക്കരുതേ, ഇവരെ അങ്ങ് വിട്ടയക്കണമേ എന്ന് പറയുക. അങ്ങനെ ഈ സംഘത്തലവൻ ആ കുഞ്ഞിനെയും അമ്മയും അപ്പനെയും വിട്ടയക്കുക. അവിടെ ഇപ്രകാരം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കള്ളൻ ആ കുഞ്ഞിനോട് അമ്മയോട് ഹൃദ്യമായി പറയുന്നുണ്ട്, ശിശുക്കളിൽ ഏറ്റവും അനുഗ്രഹീതനായവനെ, എന്തെങ്കിലും ഒരിക്കൽ നിന്റെ കരുണയ്ക്കായി എനിക്ക് യാചിക്കേണ്ടി വന്നാൽ ഈ നാഴികയെ ഓർക്കണമേ എന്ന് ആ കള്ളന്റെ മകൻ ആ കുഞ്ഞിനോട് നൈർമല്യപൂർവ്വം സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കുരിശിലെ യാചനയെ പ്രതി രചിച്ചതാണ് ഈ പുസ്തകം എന്ന് തോന്നിപ്പോകും. ക്രിസ്തുവിനോട് ഏറെ ആഭിമുഖ്യം അവസാനമായി പുലർത്തിയത് ഈ കള്ളൻ തന്നെയാണ്. വീണ്ടെടുപ്പിന്റെ വാക്കുകളിലൂടെ ക്രിസ്തു അവനെ ശ്രദ്ധേയമായ ഇരിപ്പിടത്തിലേക്ക് ഇരുത്തുകയായിരുന്നു.
നമ്മിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് രണ്ടാമതായി ഈ വീണ്ടെടുപ്പിന്റെ വാക്കുകളാകട്ടെ. തിരസ്കരിക്കപ്പെടുന്നതിനെ, സമൂഹം മാറ്റി നിർത്തുന്നതിനെ പിടിച്ച് മുഖ്യ സരണിയിലേക്ക് കൊണ്ടുവരുന്ന, മറ്റുള്ളവരെ ശക്തിവത്താക്കുന്ന നല്ല വാക്കുകളാകട്ടെ നമ്മിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത്. നിഷേധത്തിന്റെയോ അസൂയയുടെയോ തിരസ്കരണത്തിന്റെയോ വാക്കുകളല്ല, മറിച്ച് മറ്റുള്ളവരെ എപ്പോഴും മുഖ്യ സരണികളിലേക്ക് ഉയർത്തുന്ന നല്ല വാക്കുകളും നല്ല സംസാരശീലിയുമാകട്ടെ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. പുരോഹിതന് എക്കാലവും ഈ വീണ്ടെടുപ്പിന്റെ മാതൃകയെ പിൻപറ്റുന്നവനാണ്. പുരോഹിതൻ ഒരു വീണ്ടെടുപ്പുകാരനാണ്. ജനത്തെ ദൈവബന്ധത്തിലേക്ക്, ആഴമാർന്ന ദൈവബന്ധത്തിലേക്ക് ഉയർത്തുന്നവനാണ് പുരോഹിതൻ. പുരോഹിതൻ എന്ന വാക്കിന് ഋഗ്വേദ സൂക്തം നൽകുന്ന മനോഹരമായ അർത്ഥമുണ്ട്. പുരത്തിന് ഹിതം ചെയ്യുന്നവനാണ്. പുരത്തിന് ഹിതം ചെയ്യുന്നവനാരോ അവനാണ് പുരോഹിതനെന്ന് ഋഗ്വേദ സൂക്തം മനോഹരമായ അർത്ഥം നൽകുന്നുണ്ട്. പുരോ എന്ന വാക്കിന് ശബ്ദധാരാവലിയില് ഇപ്രകാരമൊക്കെ അർത്ഥം കൊടുക്കുന്നുണ്ട്: ശരീരമെന്നും, വ്യക്തിയെന്നും, സമൂഹമെന്നും, പ്രപഞ്ചമെന്നും ഒക്കെ. അപ്പോ വ്യക്തിക്കും സമൂഹത്തിനും പ്രപഞ്ചത്തിനും നന്മ ചെയ്യുന്നവനാരോ അവരൊക്കെയും പുരോഹിതന്മാരാണ്. അങ്ങനെയെങ്കിൽ ഓട വൃത്തിയാക്കുന്നവരും റോഡ് പണിയുന്നവരും ഒക്കെ ടാഗോറിന്റെ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തോട് ഏറെ ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. അവരൊക്കെയും പുരോഹിതന്മാർ തന്നെയാണ്. ദൈവബന്ധത്തിൽ ആഴമായി നമ്മെ പിടിച്ചുയർത്തുന്നവരൊക്കെയും പുരോഹിതന്മാരൊക്കെയാണ്. വീണ്ടെടുപ്പിന്റെ വാക്കുകളാ അവരിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് പൗരോഹിത്യം ഏറെ അപഹസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തില് പൗരോഹിത്യ ബന്ധങ്ങളിലോ ആ സംസാര ശൈലികളിലോ ആഭിമുഖ്യം പുലർത്തുവാൻ നമുക്കാർക്കും സാധിക്കാതെ പോകുന്നുണ്ട്. നിങ്ങൾ ഓർക്കുക, പരിശുദ്ധാത്മാവിന്റെ നൽവരം ശ്രേഷ്ഠമായി ലഭിച്ച ഒരുവനാണ് പുരോഹിതൻ. നമുക്കൊക്കെയും പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ സ്വീകരിക്കാറും ലഭിക്കാറുണ്ട്. ഒരു കുഞ്ഞെന്ന നിലയിൽ നമുക്ക് ആദ്യമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? വിശുദ്ധ മാമോദീസ തൊട്ടിയിൽ. വിശുദ്ധ മാമോദീസ തൊട്ടിയിലൂടെയാ ഒരു കുഞ്ഞായ നമുക്ക് ആദ്യമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. അന്ന് മുതൽ നമ്മുടെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും ആരംഭിക്കും. ഒരു കുഞ്ഞ് മുതൽ വീണ്ടും രണ്ടാം ഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ നൽവരത്തെ വീണ്ടും നാം സ്വീകരിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ. ഉയരങ്ങളിൽ നിന്ന് കിരീടവാഴ്വില്, ഉയരങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കി ശിരസിന്മേൽ പുരോഹിതൻ നമുക്ക് നൽകുകയാണ്. ഒരു കുഞ്ഞായിരുന്ന കാലഘട്ടം മുതല് ഈ വിവാഹത്തിന്റെ തലേ ദിവസം വരെ നമുക്കുണ്ടായിരുന്ന പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ അല്ല കല്യാണം കഴിഞ്ഞ് നമുക്കുണ്ടാവാൻ തുടങ്ങുന്നത്. ഇതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജാണ്. പിന്നെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും കൂടാൻ തുടങ്ങുക. ഈ പരിശുദ്ധാത്മാവിന്റെ നൽവരം പുരോഹിതന്മാർക്ക് മൂന്നാമതായി സാധാരണ ലഭിക്കുക. വിവാഹം വരെ സാധാരണഗതി എല്ലാ ജനത്തിലും ലഭിക്കും. എന്നാൽ മൂന്നാമത് ലഭിക്കുന്നത് ഒരു പുരോഹിതന്. അവന് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ നൽവരം ലഭിക്കുക. ഒരു കുഞ്ഞിന്റെ നൊമ്പരത്തെയും വേദനയെക്കാളും, വിവാഹിതനായ ഒരുവന്റെ നൊമ്പരത്തെക്കാളും വേദനയെക്കാളും അല്പവും കൂടെ കൂടുതലായിരിക്കും ആർക്ക് ലഭിക്കുക? ഒരു പുരോഹിതന് ലഭിക്കുക. ഒരു മെത്രാപ്പോലിത്തായിക്ക് വീണ്ടും പരിശുദ്ധാത്മാവിന്റെ നൽവരം കൊണ്ടുവരിക. അപ്പൊ വീണ്ടും എന്ത് ചെയ്യുക? പ്രയാസങ്ങൾ കൂടുക. മാമോദീസ ഏറ്റ ഒരുവനേക്കാളും, വിവാഹം കഴിഞ്ഞ ഒരുവനേക്കാളും, പൗരോഹിത്യത്തിന്റെ നൽവര ഏറ്റ ഒരുവനേക്കാളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും വീണ്ടും കൂടുതൽ ആർക്കാ? ഒരു മെത്രാപ്പോലിത്തായിക്ക്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ ബാവാ തിരുമേനി വീണ്ടും സെലക്ട് ചെയ്യപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ നൽവരത്തെ വീണ്ടും സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും എത്രത്തോളം, കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ ഇത് എത്രത്തോളം പ്രയാസമാണ്. കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നൽവരത്താൽ നൊമ്പരപ്പെടുന്നവരാണ്. അപ്പൊ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പുരോഹിതന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെക്കാളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഏറെ അനുഭവിക്കുന്നവരാ. പക്ഷേ ഏറെ ശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞങ്ങള് ദൈവവുമായി ഏറെ സംസർഗത്തിൽ ഉണ്ടാകുന്നതും ദൈവിക സംസർഗത്തിൽ ജീവിതത്തെ ചരിക്കുന്നതും കൊണ്ടാണ്. അതുകൊണ്ടാ ബലിയർപ്പിക്കാൻ പോകുന്ന പുരോഹിതനെ എപ്പോഴും അബ്രഹാമിനോട് സാമ്യപ്പെടുത്തി പുരോഹിതർ സംസാരിക്കുന്നത്. അതുകൊണ്ടാ അബ്രഹാം ബലിയർപ്പിക്കുവാനായി മലമുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ അവന്റെ കൈവശം ഏറെ പ്രയാസങ്ങളും അതിലേറെ നൊമ്പരങ്ങളും ഒപ്പം തന്നെ സ്നേഹവാനിയായ മകനും വിറകുമായിരുന്നു ഈ മല കയറി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ മലയിറങ്ങുമ്പോ എന്തുണ്ടായിരുന്നു? നൊമ്പരങ്ങളില്ല, പ്രയാസങ്ങളില്ല,
കൊണ്ടുപോയ വിറക് കത്തിച്ച് ചാമ്പലാക്കി ആ ചാമ്പലുമായിട്ടാണ് ആരിറങ്ങി വരുന്നത്? അബ്രഹാം എന്ന മഹാപുരോഹിതൻ ഇറങ്ങി വരുന്നത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ത്രോണോസിന്റെ പടി ചവിട്ടുന്ന ഓരോ പുരോഹിതനും തന്റെ ജനത്തിനു വേണ്ടി ബലിയർപ്പിക്കുവാനായി വിശുദ്ധ ത്രോണോസിന്റെ ബലിപീഠത്തിലേക്ക് അടുത്ത് ചെല്ലുന്നവനൊക്കെയും നൊമ്പരങ്ങളും വേദനകളും പ്രയാസങ്ങളും എന്തിക്കൊണ്ടാണ് ആ ബലിപീഠത്തിലേക്ക് അടുത്ത് ചെല്ലുന്നത്. എന്നാൽ ബലി അർപ്പിച്ച് മടങ്ങുമ്പോ, ദൈവത്തിന്റെ മദ്ബഹ വിട്ട് പടിയിറങ്ങുമ്പോ ആ പുരോഹിതന്റെ മനസ്സ് ഏറെ ശാന്തമാണ്. കാരണം ഉണ്ടായ നൊമ്പരങ്ങളെയും ജനത്തിന്റെ പ്രയാസങ്ങളെ അപേക്ഷകളും ഒക്കെയും ആ ദൈവത്തിന്റെ ബലിപീഠത്തിന് മുമ്പാകെ കത്തിച്ച് ചാമ്പലാക്കി ചാമ്പൽ കഷ്ടങ്ങൾ വേണ്ടിയാണ് അവൻ ആ പടിക്കെട്ടിറങ്ങി നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ആ പൗരോഹിത്യത്തെ ആരും സ്മരിക്കാറേയില്ല. നിങ്ങൾക്കറിയാത്ത ഒരു വലിയ വസ്തുതയുണ്ട്. നിങ്ങളുടെയൊക്കെയും അന്ത്യ ന്യായവിധിയിൽ ദൈവം തമ്പുരാനാണ് നിങ്ങളെയൊക്കെയും ന്യായം വിധിക്കുന്നത്. എന്നാൽ പുരോഹിതന്മാരെ ന്യായം വിധിക്കുന്നത് പൗരോഹിത്യമാണ്. പുരോഹിതന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ പുസ്തകമായ കഹനത്താല് ഏറെ ശ്രേഷ്ഠമായ ഒരു വരിയുണ്ട്. ആ വരിയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അന്ത്യ ന്യായവിധിയിൽ പൗരോഹിത്യം പുരോഹിതനെ ന്യായം വിധിക്കും. അന്ന് പൗരോഹിത്യം പുരോഹിതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പ്രാർത്ഥിക്കുവാനും ജാഗരിക്കുവാനും എന്റെ ജനത്തെ വിശുദ്ധിയോടെ നയിക്കുവാനും അല്ലായിരുന്നെങ്കിൽ ഉയരങ്ങളിൽ നിന്ന് നീ എന്തിനെന്നെ വിളിച്ച് അലക്ഷ്യമാക്കിയെന്ന് പൗരോഹിത്യം പുരോഹിതനോട് ചോദിക്കുമെന്ന് ആ പുസ്തകത്തിൽ ഏറെ വേദനയോട് എഴുതിയിട്ടുണ്ട്. ഒരു തവണയോട് ആവർത്തിക്കാം. ഉയരങ്ങളിൽ ചെല്ലുമ്പോ പുരോഹിതനോട് പൗരോഹിത്യം ചോദിക്കുകയാണ്: പ്രാർത്ഥിക്കുവാനും ജാഗരിക്കുവാനും എന്റെ ജനത്തെ വിശുദ്ധിയോടെ നയിക്കുവാനും അല്ലായിരുന്നെങ്കിൽ ഉയരങ്ങളിൽ നിന്ന് നീ എന്തിനെന്നെ വിളിച്ചിറക്കി അലക്ഷ്യമാക്കിയെന്ന്. ദൈവത്തിന്റെ ആവാസം ലഭിച്ചവരാ പുരോഹിതൻ. അതുകൊണ്ട് നിശബ്ദമായിരിക്കുന്ന അവന്റെ വാക്കുകൾക്ക് പോലും, അവന്റെ കൈത്തടങ്ങൾക്ക് പോലും ഏറെ ശക്തിവത്തായി മാറ്റപ്പെടുന്നത് ഈ വലിയ ശക്തി ഉണ്ടായതുകൊണ്ടാണ്. ഈ ശക്തി നിങ്ങൾക്ക് അറിയണമെങ്കിൽ വിശുദ്ധ മദ്ബഹായില് ധനഹാവെള്ളത്തിലേക്ക് നോക്കിയാൽ മതി. പുരോഹിതന്റെ വാക്ക് എത്രത്തോളം ശ്രേഷ്ഠമാണെന്നത്, അവന്റെ കൈത്തടങ്ങൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്നുള്ളതിന് ഉത്തമ തെളിവാണ് ആ ത്രോണോസിൽ വിരിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അപഹസിക്കപ്പെടുമ്പോൾ ഉള്ളിലുള്ളത് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമാണ് നിങ്ങളിലും ഞങ്ങളിലും ഉള്ളതെന്നത് നിങ്ങൾ വിസ്മരിക്കാതിരിക്കട്ടെ. വീണ്ടെടുപ്പിന്റെ വാക്കുകൾ അത്തരത്തിൽ നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ. മൂന്നാമതായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളിലാണ് കുരിശിലെ മൂന്നാമത്തെ മൊഴി കാണുന്നത്. ഇവിടെ ക്രിസ്തു യോഹന്നാനെയും മാതാവിനെയും തമ്മിൽ രമ്യപ്പെടുത്തുകയാണ്. വേദനയിലൂടെ സങ്കടത്തിലൂടെ നിൽക്കുന്ന യോഹന്നാന്റെ മുമ്പാകെ ക്രിസ്തു പറയുന്നു: യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. അമ്മയോട് സ്നേഹവാല്യനായ ആ പുത്രൻ പറയുന്നു: അമ്മയെ, ഇതാ നിന്റെ മകൻ എന്നത്. അതെ, വേർഡ് ഓഫ് റീകൺസിലേഷൻ, അനുരഞ്ജനത്തിന്റെ വാക്കുകളാകട്ടെ നിങ്ങളുടെ സംസാരങ്ങളിൽ തെളിയേണ്ടത്. ഒന്നാമത് ക്ഷമയുടെ ശബ്ദം നിങ്ങളിൽ നിന്നുണ്ടാകണം. 2, വീണ്ടെടുപ്പിന്റെ ശബ്ദം നിങ്ങളിൽ നിന്നുണ്ടാകണം. 3, അനുരഞ്ജനത്തിന്റെ സംവേദനം നിങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ഭാഗവും ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു നിരപ്പാക്കലിന്റെ അനുഭവത്തിലേക്കാണ് ഈ ഭാഗം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ദൈവശാസ്ത്ര വീക്ഷണം അനുസരിച്ച് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ഇവിടെ. കാനാവും കാൽവറിയും. കാനാവിലും കാൽവറിയിലും ഈ ശ്രദ്ധേയമായ ചിന്തയെ നാം അലട്ടുന്നുണ്ടാകാം. ഒരുപക്ഷെ നാം പഠിച്ചിട്ടുണ്ടാകാം. യോഹന്നാന്റെ തിയോളജി അനുസരിച്ച് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തില് ദൈവം മുമ്പാകെ ആ മാതാവ് ഒരു അപേക്ഷയുമായിട്ട് എത്തുന്നത്: മോനെ, ഈ വീട്ടിലെ വീഞ്ഞൊക്കെയും തീർന്നുപോയി, നിനക്ക് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ കുഞ്ഞെ നീ ഇത് ചെയ്തു കൊടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഈ അമ്മ മകനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാല് നമുക്ക് ഏതൊക്കെ സങ്കടം തോന്നും. ഈ അമ്മ അദ്ദേഹത്തിന്റെ അമ്മയുടെ പ്രയാസങ്ങളിൽ നിന്ന് വന്ന് ഈ മോഹനോട് ഒരു കാര്യം പറയുമ്പോൾ ഈ മോൻ പറയുന്നത് എന്താ? ആ അമ്മ പൊക്കോ, ഞാനങ്ങ് ചെയ്തോളാമെന്നോ? അല്ല, ഈ മകൻ പറയുന്ന വാക്യം ഇതാണ്: എന്റെ സമയം ആയില്ല, എന്റെ സമയം ആയില്ല. എന്തുകൊണ്ടാകാം? യോഹന്നാൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാകാം ആ അമ്മയെ ഈ വാക്കുകൾക്ക് കേൾക്കാൻ ഇടയുണ്ടായത്? എന്റെ സമയമായില്ല എന്ന് പറയുമ്പോൾ ഇതാണ് അവിടെ വീക്ഷിക്കുന്നത്. ക്രിസ്തുവിന്റെ
കാൽവറിയിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത് കാനാവിലെ പരസ്യ ശുശ്രൂഷയിലൂടെ. ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആ നിമിഷം ആരംഭിച്ചുവെങ്കിൽ കാൽവറിയിലേക്കുള്ള യാത്ര അവിടെ ആരംഭിക്കുക. കാൽവറിയിലേക്കുള്ള യാത്ര അവിടെ ആരംഭിക്കുക. എന്നാൽ ഇത് മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്: കാനാവിൽ നിന്ന് കൗണ്ട് ഡൗൺ ആരംഭിക്കുമ്പോൾ കാൽവറിയിൽ നിന്ന് താഴേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക അവന്റെ ആയുസ്. അമ്മേ, എൻ്റെ സമയം ഇപ്പോഴായിട്ടില്ല, ഒരല്പം നേരം കൂടെ, എൻ്റെ നാഴിക അല്പവും കൂടെ മുമ്പോട്ട് കൂടിയെങ്കിൽ മാത്രമേ കാൽവറിയിൽ കൃത്യസമയത്തിനുള്ളിൽ എൻ്റെ ശരീരം എൻ്റെ പിതാവിലേക്ക് ചേർക്കപ്പെടുകയുള്ളൂ. ഇപ്പൊ ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങിയാൽ, ഇപ്പൊ എൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചാൽ കാൽവറിയിലെ കുരിശുമരണത്തിലേക്കുള്ള എൻ്റെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിതാവിലേക്ക് ഞാൻ നേരത്തെ ചേർന്നതല്ല, ഇതിനൊക്കെയും ദൈവം എനിക്ക് കൃത്യമായ സമയം നിർണയിച്ചിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ സമയമല്ല, മറിച്ച് അല്പം കൂടെ അമ്മ കാത്തിരുന്നേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെ സ്നേഹപൂർവ്വം മടക്കി അയക്കുന്ന ഒരു മകനെ നമുക്ക് കാണാം. കന്യാമറിയാൻ നിശബ്ദയായിട്ട് പോകുന്നുണ്ട്. കാരണം എന്താണെന്നറിയാവോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം 51 പറയുന്നുണ്ട്, ഈ അമ്മയ്ക്ക് എല്ലാം അറിയായിരുന്നു. ഈ അമ്മ അതൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അമ്മയ്ക്ക് അറിയാം, മോന്റെ പരസ്യ ശുശ്രൂഷ ഇവിടെ ആരംഭിച്ച ഇത്ര നാഴികയും വിനാഴികയും കഴിയുമ്പോൾ അവന്റെ മരണം ഉണ്ടാവുമെന്ന് ഉത്തമ ബോധ്യം ആ അമ്മയ്ക്കുണ്ട്. നോക്കിയേ, കാൽവറിയിലേക്ക് ആ മകനെ കൈപിടിച്ചുയർത്തുന്ന കന്യകമറിയാമിനെയാണ് കാനാവിൽ നാം ദർശിക്കേണ്ടത്. തന്റെ മകനെ, ഏകപുത്രനായ തന്റെ മകനെ മരണത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന കന്യകമറിയാമിന്റെ ചിത്രമാണ് കാനാവിൽ നാം ദർശിക്കേണ്ടത്. അവിടെ വീഞ്ഞോ വിരുന്നുവാഴിയോ അല്ല പ്രസക്തിയാകേണ്ടത്, മറിച്ച് കുരിശുമരണത്തിലേക്ക് ഏകജാതനെ കൈപിടിച്ചുയർത്തുന്ന കന്യകമറിയാമിന്റെ നിർലോഭമായ ഒരു ചിത്രമായിരിക്കട്ടെ കാനാവിൽ നിന്ന് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ മകനെ അമ്മ കൈപിടിച്ചുയർത്തുക, വരിക, നിന്റെ മരണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ചുയർത്തുന്ന ഒരമ്മയുടെ ചിത്രം. അതാ ഞാൻ പറഞ്ഞത്, കാനാവും കാൽവറിയും തമ്മിൽ ഏറെ ബന്ധമുണ്ട്. എവിടെയാ കൗണ്ട് ഡൗൺ ആരംഭിച്ചത്? അമ്മ എന്ന പദം ക്രിസ്തുവിന് മാത്രമല്ല നമുക്കും നൽകുന്നത് വൈകാരികതയുടെ നിമിഷങ്ങൾ തന്നെ. മാ എന്നാൽ സംസ്കൃത വാക്കിനർത്ഥം എൻ്റെ എന്ന, മമ എന്നാൽ എൻ്റെ എന്ന, ആ മമ എന്നാൽ അത് എൻ്റേതല്ല, അമ്മ എന്നാൽ അത് എൻ്റേതല്ല. പിന്നെ അമ്മ ആരുടെ അപ്പ? എൻ്റെ അമ്മയെ കുറിച്ച് പറയാം. എൻ്റെ അമ്മ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും നല്ല മകളായിരുന്നു. അവരുടെ വാർദ്ധക്യത്തില് അവരുടെ ശാരീരികമായ ബലഹീനതകളിലും അവരുടെ പ്രയാസങ്ങളിലും നൊമ്പരങ്ങളിലും ഒക്കെയും എപ്പോഴും സമീപസ്ഥയായ ഒരുവളായിരുന്നു എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ കട്ടിൽ കിടക്കുകളിലും ഏറെ സമീപസ്ഥയായി അമ്മ ഉണ്ടാകുന്നത് വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഒരു ആശ്വാസം. അപ്പോ എൻ്റെ വല്യപ്പനും വല്യമ്മയ്ക്കും വേണ്ടി പകുക്കപ്പെട്ടവളായിരുന്നു എൻ്റെ അമ്മ. രണ്ടാമത്, എൻ്റെ അപ്പനെ സംബന്ധിച്ച് സഹയാത്രിക മാത്രമല്ല, അപ്പന്റെ നൊമ്പരങ്ങളിലും പ്രയാസങ്ങളിലും അമ്മ കൂടുള്ളത് അപ്പനെപ്പോഴും ഒരു ആശ്വാസം. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എപ്പോഴും അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ കൂടെ ഉള്ളത് അപ്പനൊരു ആശ്വാസം. അപ്പോൾ അമ്മ അപ്പന് വേണ്ടിയും പൗക്കപ്പെടുകയായിരുന്നു. ഞങ്ങൾ മക്കളെ സംബന്ധിച്ച് ഞങ്ങളുടെ ചെറിയ വേദനകളിൽ പോലും ആ മടിത്തട നൽകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ചെന്ന് കിടക്കുമ്പോൾ അമ്മയുടെ കൈവിരകൾ കൊണ്ട് നമ്മുടെ ശിരസിന്റെ മുടിയുടെ ഇടയിലൂടെ തടകുന്നൊരു സുഖം ഈ ലോകത്ത് ഏത് ആശുപത്രിയിലോ ഏത് സുഖവാസ കേന്ദ്രങ്ങളിലോ കിട്ടാത്ത ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ആ അമ്മയുടെ കൈത്തടങ്ങൾ നൽകുന്ന സാമീപ്യവും സാന്നിധ്യവും ഏറെ ശ്രേഷ്ഠമാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും പൗക്കപ്പെട്ടവളാണ്. ഈ സഹോദരന്മാർക്ക് അമ്മ അവരുടെ ചങ്കിന്റെ പകുതിയാണ്. പെങ്ങളെന്ന് പറഞ്ഞ ആങ്ങളമാരവിടെ വീഴും. അവർക്ക് വേണ്ടിയും എൻ്റെ അമ്മ അവിടെ പൗക്കപ്പെടുകയാണ്. ഇനി സഹോദരങ്ങൾ, ഉറ്റവർ, അയൽക്കാർ എന്ന് വേണ്ട, അമ്മ ഇടപഴകിയ സ്ഥലങ്ങളിലൊക്കെയും അവർക്ക് വേണ്ടി, അവരുടേതായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ പകുക്കുന്നവളായിട്ട് അമ്മയെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, അപ്പം തരുന്നവന്റെ പേരാണ് അപ്പനെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കപ്പെടുന്നവളുടെ പേരാണ് അമ്മ. അതുകൊണ്ട് ആ വാക്ക് എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ തച്ചുടയ്ക്കാത്ത ബന്ധങ്ങളെ ഊഷ്മളമാക്കി നിർത്തുന്നത് ആ വാക്കിന് വലിയൊരു പ്രസക്തി ഉണ്ടായതുകൊണ്ടാണ്. ഈ കുഞ്ഞു വിരലിൽ നോവോളം ആശാന്റെ പള്ളിക്കൂടത്തിൽ ഇരുന്ന് തറയില് മണ്ണിൽ നാം എഴുതിയ ഒരു വാക്കുണ്ട്, ആ അമ്മ എന്ന. അതെന്താ? ആശാൻ ആ വെച്ച് വേറെ അക്ഷരമൊന്നും വാക്കൊന്നും അറിയാത്തോ ഉണ്ടോന്ന്. ആ വെച്ച് അച്ഛനില്ലായിരുന്നേ, ആ വെച്ച് അനുജനില്ലായിരുന്നു,
ആ വെച്ച അമ്മാവനും അളിയനും വരെ ഉണ്ടായിരുന്നു. ആശാൻ എന്താ വാക്കൊന്നും അറിയാനിട്ടാണോ ആ അമ്മന്ന് ഈ കുഞ്ഞു വിരൽ നോവോളം ഈ തുടയ്ക്ക് എത്രോളം പിച്ച് കിട്ടി, എത്രോളം അടി കിട്ടി, എന്നിട്ടും ആ വാക്ക് വൃത്തിയായി മണ്ണിൽ എഴുതണം വരെയും ആ മനുഷ്യൻ എത്രോളം വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ആ അമ്മ എന്ന് എൻ്റെ അക്ഷരം നന്നാവോളം മണ്ണിലല്ല അദ്ദേഹം എഴുതുന്നത്, പിന്നെയോ എൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് എൻ്റെ ചെറിയ നൊമ്പരങ്ങളിലും ഞാൻ ആദ്യം ഉച്ചരിക്കുന്ന വാക്ക് അപ്പനെന്നല്ല, പിന്നെയോ അമ്മ എന്ന. കാരണം നൊമ്പരങ്ങളിലൂടെ ഞാൻ ആദ്യം പഠിച്ചതും എൻ്റെ മനസ്സിൽ ഗൃഹസ്ഥമാക്കിയുമായ വാക്കാണ് അമ്മ എന്നത്. അമ്മ വിശാലവും സ്വീകാര്യവുമായ മനുഷ്യഹൃദയങ്ങളിലെ വാക്കാണ്. അതൊരു വൈകാരിക തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാ ഈ കുരിശിന്റെ ചുവട്ടിലും വൈകാരികതയുടെ നിലയിൽ നിന്നുകൊണ്ട് അമ്മയെ തന്റെ പ്രിയ ശിഷ്യന് ഏൽപ്പിച്ചുകൊണ്ട് അനുരഞ്ജനത്തിന്റെ വാക്കുകളിലൂടെ ക്രിസ്തു ഈ ലോകത്ത് നിന്ന് പോയി മറയുന്നത്. നാലാമതായിട്ട് കുരിശിൽ നിന്നുണ്ടായ നാലാമത്തെ പ്രതിധ്വനിയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യം, ഏലി ഏലി ലാമ ശബക്താനി എന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് എന്നുകൊണ്ട്. വേർഡ് ഓഫ് വീക്ക്നെസ്, ബലഹീനതയുടെ വാക്കുകളായിരുന്നു ക്രിസ്തുവിൽ നിന്നുണ്ടായത്. അതേ, നന്നായി സംസാരിക്കാൻ, നന്നായി മറ്റുള്ളവരോട് വിവേകപൂർവ്വം പെരുമാറുവാൻ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് ബലഹീനതയുടെ വാക്കുകൾ തന്നെയാണ്. ഈ വേദഭാഗം നമുക്കൊന്ന് പഠിക്കാം. ബൈബിൾ വ്യാഖ്യാനം അനുസരിച്ച് ഇത് ഒരു സങ്കീർത്തന ഭാഗമാണ്. ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി പറയുന്ന എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന വാക്യം ഒരു സങ്കീർത്തന ഭാഗമാണ്. അത് നിങ്ങൾക്കറിയാമോ? എത്ര സങ്കീർത്തനമാണ്? 22-ാം സങ്കീർത്തനമാണ്. 22-ാം സങ്കീർത്തനത്തെ വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് പരിക്തന്റെ വിലാപം എന്നതാണ്. പരിത്യക്തന്റെ വിലാപം എന്നാണ് 22-ാം സങ്കീർത്തനത്തെ വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. കാരണം അതിന്റെ 1-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ സങ്കീർത്തനക്കാരൻ അനുഭവിക്കുന്ന പീഡനവും പരിഹാസവും ഭയവും ഏകാന്തതയും ഒക്കെ അവിടെ പ്രതിധ്വനിക്കുമ്പോൾ 22-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെ ആ വേദനിക്കുന്ന മനുഷ്യന് ദൈവം നൽകുന്ന സംരക്ഷണവും അതിന് ആ മനുഷ്യൻ നൽകുന്ന നന്ദി പ്രകടനവുമാണ് ബോധിപ്പിക്കുന്നത്. ക്രിസ്തുവിന് ഈ സങ്കീർത്തന ഭാവമൊക്കെ ഏറെ ഗൃഹസ്ഥമായിരുന്നു. അതുകൊണ്ട് നൊമ്പരത്തിന്റെ വേദനയുടെ താഴ്വരയിലും ക്രിസ്തു ദൈവത്തിന്റെ ആ വലിയ ബലത്തെ കൈവിടാതെ സ്നേഹപൂർവ്വം സ്നേഹിച്ചത്. അതുകൊണ്ട് നമുക്ക് തോന്നും തമ്പുരാന് കഷ്ടപ്പെട്ടു പോയി, അവന് വല്ലാണ്ട് വേദന തോന്നി തുടങ്ങിയെന്ന്. എന്നാൽ ഓർക്കുക, പിതാവിലുള്ള തന്റെ വിശ്വാസവും പ്രത്യാശയും ആ മകൻ ഏറ്റുപറയുകയായിരുന്നു. അപ്പന്റെ കൈകളിൽ സുരക്ഷിതമായി മാറ്റപ്പെടുകയായിരുന്നു ആ മകൻ. നമ്മുടെയൊക്കെ ഭവനങ്ങളിലും അപ്പന്മാരൊക്കെ ഉണ്ട്. എൻ്റെ അപ്പായെ കുറിച്ച് പറയുമ്പോൾ കായികമായിട്ട് വലിയ ബലമുള്ള ആളൊന്നും അല്ല എൻ്റെ അപ്പ. 1, 2, 3 പേര് വീട്ടിൽ കയറി ഇടിക്കാൻ വന്നാല് പെട്ടെന്ന് തിരിച്ച് മല്ലിടാനുള്ള ഒരു ശക്തിയും ബലമൊന്നും അപ്പായ്ക്കില്ല. പക്ഷേ അപ്പം വീട്ടിലുള്ളത് ഞങ്ങൾക്ക് വലിയൊരു സംരക്ഷണം, വലിയൊരു ആശ്വാസം. എല്ലാ ഭവനങ്ങളിലും എല്ലാ പിതാക്കന്മാരെ സംബന്ധിച്ച് സ്നേഹപൂർവ്വം ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പന്മാര് വീട്ടിലുള്ളത് മക്കൾക്ക് എപ്പോഴും ഒരു ആശ്വാസം. കായികമായി വലിയ ബലമുള്ള ആളൊന്നും ആയിരിക്കില്ല, പക്ഷേ അദ്ദേഹം നൽകുന്ന സാമീപ്യവും ആശ്വാസവും മറ്റു ലോകത്ത് എവിടെയും ലഭിക്കാവുന്നതല്ല. അതുകൊണ്ട് കുരിശിലും അവസാനമായി പിതാവിനോട് സ്നേഹപൂർവ്വം ബന്ധപ്പെടുന്ന ഒരു മകനെയാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, അമ്മയിലൂടെ മാത്രം ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ചയിൽ എത്തുന്നില്ല. അമ്മയിലൂടെ മാത്രം ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ചയിൽ എത്തുന്നില്ല. അമ്മയിലൂടെ പല കാര്യങ്ങളും കേട്ടും അപ്പനിലൂടെ പല കാര്യങ്ങളും കണ്ടുമാണ് മക്കൾ പഠിക്കുന്നത്. ഒരു തവണ ഇവിടെ ആവർത്തിക്കാം. അമ്മയിലൂടെ പല കാര്യങ്ങൾ കേട്ടും അപ്പനിലൂടെ പല കാര്യങ്ങളും കണ്ടുമാണ് മക്കള് പഠിക്കുന്നത്. ഈ വലിയ മാർഗദർശനമാണ് തച്ചനന്റെ മകന് നിശബ്ദനായി ഈ ലോകത്തെ അഭിമുഖീകരിക്കുവാനുള്ള സാന്നിധ്യവും ക്ഷമയും കിട്ടിയത് അവന്റെ അപ്പനിൽ നിന്നാണ്. തച്ചന്റെ ജോലി തടിപ്പണിയാണ്. തടി ചുമ്മാതിട്ട് ഉളി വെട്ടിയാൽ ആ തടി നാനാവിശേഷമായി പോകും. അപ്പോൾ സ്നേഹപൂർവ്വമായി ഇതിനെ എന്ത് ചെയ്യണം? പരിചരിക്കണം. ക്ഷമയോടെ ഉളിയെടുത്ത് അതിനെ കൊത്താൻ തുടങ്ങണം. സ്നേഹപൂർവ്വം അതിനോട് ഇടപഴകണം. അപ്പനായ യോസേപ്പ് തടിയോട് കാട്ടിയ ഈ മാതൃകയൊക്കെ ദൂരെ ഇരുന്ന് യേശു എന്ത് ചെയ്യുമായിരുന്നു? കണ്ടുപഠിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ ക്ഷമാപൂർവ്വം സംസാരിക്കുവാനും സ്നേഹപൂർവ്വം പരിസ്ഥിതിയോടും
മറ്റ് സഹജീവികളോടും ഇടപഴകുവാനും ക്രിസ്തു പഠിച്ചത് അപ്പനിൽ നിന്ന് തന്നെയാണ്. യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ. അതുകൊണ്ട് ഇവിടെ ബലഹീനതയുടെ വാക്കുകളല്ല, മറിച്ച് ദൈവബന്ധത്തിൽ ഉരുത്തിരിയുന്ന സ്നേഹൂഷ്മളതയുടെ വാക്കുകളാണ് അവിടെ ഉണ്ടായത്. അത്രമേൽ വേദനയുണ്ട്. പക്ഷേ തൻ്റെ പിതാവിനോടുള്ള സ്നേഹത്തെ വിസ്മരിക്കുവാൻ ആ മകനാവുന്നില്ല. അവനിൽ നിന്ന് ബലഹീനതയുടെ വാക്കുകളാണ് ഉണ്ടാകുന്നത്. പുതിയ ആണ്ട് ആരംഭിക്കുമ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടതും ഈ ബലഹീനതയുടെ വാക്കുകൾ തന്നെയാണ്. നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മളാണ് ഈ ലോകത്ത് വലിയതെന്ന്. ചില പ്രസ്ഥാനങ്ങളിലോ നേതൃത്വ നിരകളിലോ ഉള്ളവരുടെ ഒരു ചിന്താഗതിയുണ്ട്, ഞാനില്ലെങ്കിൽ ഈ പ്രസ്ഥാനമില്ല, ഈ നേതൃത്വവും ഇല്ലാതെ ഞാനൊന്ന് വരാതിരിക്കട്ടെ, ഇല്ല എൻ്റെ അഭാവം ഉണ്ടാവട്ടെ, ഇതൊന്നും ഉണ്ടാകത്തേയില്ല എന്നൊരു ചിന്താഗതിയോടെയാണ് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുക. അരിസ്റ്റോട്ടിലിന്റെ ഒരു കഥ ഇപ്രകാരമുണ്ട്. അരിസ്റ്റോട്ടില് ആ കാലഘട്ടത്തിലെ സമ്പന്നനായ ഒരു വ്യക്തി തൻ്റെ പ്രതാപം എപ്പോഴും വിളിച്ചോതുമ്പോൾ അരിസ്റ്റോട്ടിൽ സ്നേഹപൂർവ്വം ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ മനുഷ്യ, ഞാനൊരു ഭൂപടം നിങ്ങൾക്ക് കാട്ടിത്തരാം. എന്നിട്ട് അരിസ്റ്റോട്ടിൽ ഒരു ഭൂപടം എടുത്ത് ആ മനുഷ്യന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഭൂപടത്തിൽ നിങ്ങളുടെ വീടൊന്ന് തൊട്ട് കാണിക്കുക. എങ്ങനെയാ? ഈ ഭൂപടത്തിൽ നിങ്ങളുടെ വീടൊന്ന് തൊട്ട് കാണിക്കാൻ. സാഹസികമായ കാര്യം തന്നെയാണ്. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഇപ്രകാരമാണോട്ടെ. ഈ ലോക ഭൂപടത്തിൽ ഏറെ ശ്രേഷ്ഠമാക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് നമ്മളൊക്കെയും. എന്നാൽ കുലീനമില്ലാത്ത അഹങ്കാരപൂർവമായ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇടങ്ങൾ നഷ്ടപ്പെടുന്നവരായി നാം മാറ്റപ്പെടാതിരിക്കട്ടെ. ബലഹീനതയുടെ വാക്കുകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അഞ്ചാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിലാണ് കുരിശിലെ 5-ാമത്തെ മൊഴി തുടങ്ങുന്നത്. എനിക്ക് ദാഹിക്കുന്നു എന്ന്. എനിക്ക് ദാഹിക്കുന്നു എന്നതാണ് കുരിശിലെ 5-ാമത്തെ മൊഴി. വേർഡ് ഓഫ് എംപ്റ്റിനെസ്, ശൂന്യതയുടെ വാക്കുകളാണ് അവിടെ നിന്ന് ഉണ്ടായത്. യേശുവിന്റെ ദാഹം വീനോ വിനാഗിരിയോ വെള്ളവും കൊണ്ട് ശമിപ്പിക്കാവുന്നതല്ല. മറിച്ച് ക്രിസ്തുവിന് ദാഹിച്ചിട്ടാണോ അവൻ അവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നുവെന്ന്? തമ്പുരാന് ഈ നാഴിയോളം വിശപ്പും ദാഹവും ഒക്കെ കടിച്ചമർത്തി അവന് അല്പനേരവും കൂടെ അതിന് കഴിയാൻ പറ്റാണ്ടാണോ അവൻ ഉയർത്തി എന്ന് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നുവെന്ന്? അല്ല, അവന് ദാഹിക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവന് ദാഹിക്കുന്നത് കുടിക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ടാ. എന്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ടാ? തൻ്റെ ജീവനെ തന്നെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാ. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ക്രിസ്തു കുരിശിൽ മരിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് രക്ഷ ഭവിക്കുമെന്ന് ഉത്തമ ബോധ്യം ആർക്കുണ്ട്? അവനുണ്ട്. ക്രിസ്തു ഈ ലോകത്ത് നിന്ന് വേർപെട്ട് പിതാവിങ്കിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ കാര്യസ്ഥനായ പരിശുദ്ധ റൂഹായെ അയച്ച് തന്റെ ശിഷ്യന്മാരെ ശുദ്ധീകരിക്കുവാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യം ആർക്കുണ്ട്? ക്രിസ്തുവിനുണ്ട്. അതുകൊണ്ട് അവന് ദാഹിക്കുന്നത് കുടിക്കുവാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കുവാൻ വേണ്ടിയിട്ടാ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യത്തില് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്തുവിന്റെ വാഞ്ചയെ കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിന്റെ ജീവന് വേണ്ടി സ്വന്തം ശരീരത്തെ അപ്പമായി വിഭജിച്ച് നൽകിയവനാണ് ഈ ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തില് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായ പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടി വാഞ്ചിക്കുന്നവനായ ഒരു ക്രിസ്തുവിന്റെ ചിത്രം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോ ആത്മീയമായ ഈ ഭക്ഷണം കുടിനീരും ഈ ലോകത്തിന് വേണ്ടി നൽകണമെങ്കിൽ ക്രിസ്തു കാൽവറിയിൽ എന്ത് ചെയ്യണം? മരിക്കണം. അങ്ങനെയെങ്കിൽ ഈ മരണത്തിലേക്ക് സാക്ഷികളാകുവാൻ, മരണത്തിലേക്ക് തന്നെ കൊണ്ടുവരുവാനായിട്ടാണ് ക്രിസ്തു പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു എന്ന്. വിഭജിക്കപ്പെടുന്ന ശരീരവും ചിന്തപ്പെടുന്ന രക്തവുമാണ് നിത്യജീവന്റെ അപ്പവും പാനീയവുമായി മാറുന്നതെന്ന ഉത്തമ ബോധ്യത്തിലാണ് ക്രിസ്തു പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നുവെന്ന്. അവൻ ഈ ലോകത്തിന് നൽകിയത് തന്നെ അനശ്വരമായ ആ വലിയ ഭക്ഷണമായിരുന്നു. ഒരുപക്ഷെ ആ ഭക്ഷണത്തിനെ സ്നേഹം എന്ന് വിളിക്കാം. അൺകണ്ടീഷണൽ ലവ്, നിർവ്യാജ സ്നേഹം. നാമൊക്കെയും ഉണ്ടാക്കിയെടുക്കുന്നത് സ്വാർത്ഥതയേറിയ സ്നേഹങ്ങളാണ്. എന്നാൽ ക്രിസ്തു ഈ ലോകത്തിന് നൽകിയതും പഠിപ്പിച്ചതും നിസ്വാർത്ഥ സേവനവും സ്നേഹവും. ഞാൻ ഓർമ്മിച്ചതുപോലെ ക്രൂശിൽ നിന്ന് 5-ാമതുണ്ടായത് ശൂന്യതയുടെ വാക്കുകളാണ്. നാം ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഇത്തരത്തിൽ ശൂന്യമാക്കപ്പെടട്ടെ. എപ്പോഴും നാം ഒരാളോട് സംസാരിക്കുന്നത് മുൻനിരൂപണങ്ങളിൽ കൂടിയാണ്. ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അയാളെ കുറിച്ചൊരു നല്ല ചിത്രം ആരുടെ മനസ്സിലുണ്ട്? നമ്മുടെ മനസ്സിലുണ്ട്.
നമ്മുടെ മനസ്സിൽ ഈ ചിത്രം വെച്ചായിരിക്കും നമ്മൾ അയാളോട് എപ്പോഴും സംസാരിക്കുന്നത്. അപ്പം മാത്രമല്ല, എപ്പോഴയാളെ കണ്ടാലും അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഈ മനസ്സിലെ മുൻ നിരൂപണങ്ങളിലൂടെയാണ്. ഈ നിരൂപണങ്ങൾ ഒരിക്കലും നല്ല സൗഹൃദത്തിന് വഴിയൊരുക്കുകയില്ല. സ്വാർത്ഥതയോടെയുള്ള ഇത്തരം നിരൂപണങ്ങളാണ് നല്ല സൗഹൃദങ്ങളെ തച്ചുടയ്ക്കപ്പെടുന്നത്. എല്ലാം അറിയാവുന്ന ധാർഷ്ട്യത്തോടുകൂടി, പിന്നെ ഇയാൾ എന്നാ സംസാരിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇയാൾ ആരാന്ന്, ഇയാളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട് ഇയാൾ ആരാന്ന്. മനസ്സിലെ ഈ നിരൂപണങ്ങളാണ് നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ഈ ഭൂമിയിൽ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് കുരിശിലെ 5-ാമത്തെ മൊഴി പോലെ ശൂന്യമായി, മറ്റുള്ളവരെ നിരൂപണങ്ങളിലൂടെ വിലയിരുത്താതെ, മറ്റുള്ളവരെ സ്നേഹപൂർവ്വം ഇടപഴകി സംവേദിക്കുവാനും സൗഹൃദം പങ്കിടുവാനും നിങ്ങളുടെ സംസാരത്തിന് സാധിക്കട്ടെ. 6-ാമതായി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം, വേർഡ് ഓഫ് വിക്ടറി, പൂർത്തീകരണത്തിന്റെ വാക്ക്. അവസാനമായി ക്രിസ്തു പറയുന്നു, സകലതും നിവർത്തിയായി. സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വെറുവരിയുന്ന ഒരു ക്രിസ്തുവിന്റെ ചിത്രം. നിവൃത്തിയായി എന്നതിന് ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ടെറ്റനസ് എന്നതാണ്. ആ വാക്കിന് ഇങ്ങനെയാണ് അർത്ഥം: ഇറ്റ് ഈസ് നോട്ട് എ എൻഡ്, ഇറ്റ് ഈസ് എ എൻഡ് ഓഫ് ബിഗിനിങ്. ഒന്നിന്റെ അവസാനമല്ല, മറിച്ച് അവസാനത്തിൽ നിന്നുള്ള തുടക്കമാണ്. ക്രിസ്തു കാൽവറിയിൽ മരിച്ചു. ഇനി ക്രിസ്തുവിലൂടെ നാമൊക്കെ എന്ത് ചെയ്യണം? രക്ഷയിലേക്ക് കടന്നു വന്ന് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ആരെ പോലെ ആകണം? ക്രിസ്തുവിനെ പോലെ ആകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു അവസാനമല്ല, മനുഷ്യാവതാരത്തെ പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ നിന്ന് ക്രിസ്തു മറിയുമ്പോൾ നാം പഠിക്കേണ്ട വലിയൊരു പാഠവും, വിശേഷിച്ച് ഈ ക്രിസ്മസിന്റെ കാലഘട്ടങ്ങളിൽ നാം പഠിക്കേണ്ട വലിയൊരു പാഠവും ഇത് തന്നെയാണ്. ഇനി ക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിക്കുക അസംഭവനീയമാണ്. പക്ഷേ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും അനുഭവിച്ച നമ്മൾ ഇനി എന്ത് ചെയ്യണം? അവനെ പോലെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഈശ്വര ചിന്തയില്, ഈശ്വര ശൈലിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഹിന്ദു ഫിലോസഫിയില് ഈശ്വരന്റെ പൂർണ്ണ രൂപത്തെ കുറിച്ച് അവർ പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ് സംഭവാമി യുഗേ യുഗേ എന്ന്. ഗീതയുടെ അധ്യായം 4-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് ആ വാക്യശകലം കിടക്കുന്നത്. പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായി സംഭവാമി യുഗേ യുഗേ എന്ന്. സാധുക്കളെ രക്ഷിക്കുവാനും പാപികളെ നിഗ്രഹിക്കുവാനും ധർമ്മം സംസ്ഥാപിക്കുവാനും ഞാൻ ഈശ്വരൻ യുഗങ്ങൾ തോറും ഈ ലോകത്തിലേക്ക് അവതരിക്കുമെന്നതാണ് ഹൈന്ദവ ഫിലോസഫി നമ്മെ പഠിപ്പിക്കുന്നത്. ഈശ്വരൻ ഓരോ കാലഘട്ടങ്ങളിലും ഈ ലോകത്തിലേക്ക് അവതരിക്കുമെന്ന് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുമ്പോൾ, ക്രൈസ്തവ സഹോദരങ്ങളായ നാം വിശ്വസിക്കേണ്ടത് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരികയില്ല. നമ്മുടെ ക്രിസ്ത്യൻ ഫിലോസഫി അനുസരിച്ച് നാം പഠിക്കുന്നത് ഇൻകാർണേഷൻ വൺസ് ഫോർ എവർ എന്നാണ്. മനുഷ്യാവതാരം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഇനി അവതരിക്കേണ്ടത് എന്താ? എന്റെയും നിന്റെയും ഉള്ളില് അവതരിച്ചിരിക്കുന്ന ക്രിസ്തുവാണ്. ഇതിനെ യോഹന്നാൻ സ്നേഹപൂർവ്വം ഓർപ്പെടുത്തിയ ലോഗോസ്, വചനം ജഡം ധരിച്ചിരിക്കുന്നു. ഇനി ജഡം ധരിക്കേണ്ടത് എന്റെയും നിന്റെയും ഉള്ളിൽ ഉള്ള ക്രിസ്തുവിന്റെ വചനങ്ങളാണ്. ഞാനും നീ സംസാരിക്കുമ്പോൾ ലോകര് പറയട്ടെ, നോക്കൂ ഉത്തമനായ ഒരു ക്രിസ്ത്യാനി. നിന്റെ ചരികളും വാക്കുകളും ചലനങ്ങളും കണ്ടുകെട്ട് മറ്റുള്ളവർ പറയട്ടെ, നോക്കൂ ഉത്തമനായ ഒരു ക്രിസ്ത്യാനി നടന്നു പോകുന്നുവെന്ന്. അതെ, സകലതും പൂർത്തീകരിക്കപ്പെടുമെന്ന നിഷ്കപടമായ വാക്കിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഹിതകരമായി സംസാരിക്കുകയും സ്നേഹപൂർവമായി ഇടപഴകുകയും ചെയ്യുന്ന സംസാര ശൈലികളാകട്ടെ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. അവസാനമായി ക്രിസ്തുവിൽ നിന്ന് കുരിശിൽ നിന്നുണ്ടായ 7-ാമത്തെ മൊഴിയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം, സംതൃപ്തിയുടെ വാക്ക്, വേർഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന്. ഇത് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം മുമ്പ് കുരിശിൽ പറഞ്ഞ 7 മൊഴികളും, അതായത് ക്ഷമയുടെയും വീണ്ടെടുപ്പിന്റെയും അനുരഞ്ജനത്തിന്റെയും ബലഹീനതയുടെയും ശൂന്യതയുടെയും പൂർത്തീകരണത്തിന്റെയും വാക്കുകൾ ഒരു സംസാര ശൈലി നിന്നിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ കേൾക്കുന്നവൻ എന്തുണ്ടാവും? സംതൃപ്തി ഉണ്ടാവും. അയാളോട് സംസാരിച്ചപ്പോൾ ഏറെ ശാന്തത തോന്നി.
ഒരു സൗമ്യമായിട്ട് അയാൾ സംസാരിക്കുന്നു, ഒരു സംതൃപ്തി തോന്നും. ഈ സംതൃപ്തി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ രണ്ടിടങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. ഈ കുരിശിലെ 7 മൊഴികൾ പോലെ വിവേകപൂർവമായി സംസാരിക്കുന്ന 2 കൂട്ടരുണ്ട്. ഒന്ന്, ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വിളിക്കുന്ന ഭർത്താക്കന്മാരും, 2 സ്നേഹപൂർവ്വം പ്രണയിക്കുന്ന കാമുകന്മാർ. ഒന്നാമത് പ്രവാസികൾ. അവർ വളരെ ക്ഷമയോടെ സംസാരിക്കുന്നത് കേട്ടോ. വെള്ളിയാഴ്ച ആകെ കിട്ടുന്ന സമയം ക്യൂ നിന്നായിരിക്കും ഫോണിൻ്റെ അടുത്ത് വരിക. ആ ക്യൂ നിൽക്കുന്നത് തന്നെ വളരെ ക്ഷമയോടെയാ. നാട്ടിലോട്ട് വിളിച്ച് വളരെ ക്ഷമാപൂർവ്വം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ എന്നാ ഉണ്ട്, പിന്നെ എന്നാ ഉണ്ട്. അച്ഛൻ എപ്പോഴും എന്നാ ഉണ്ട് എന്നോട്, ഇവിടെ എന്നാ ഇരിക്കുന്ന ഒന്നുമില്ല. പക്ഷെ എന്നാൽ ക്ഷമാപൂർവ്വം അയാൾ വീണ്ടും ചോദിക്കും, പിന്നെ എന്നാ ഉണ്ട്. ഇന്നിപ്പോ ഈ ഫോണൊക്കെ ഏറെ സജീവമായതുകൊണ്ടാണ്. പണ്ട് വെള്ളിയാഴ്ച ഒരു നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിദേശ നാടുകളിൽ നമ്മുടെ നാട്ടിലോട്ടുള്ള സംവേദന മാധ്യമം. ക്ഷമാപൂർവ്വമായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അവരിൽ നിന്നുണ്ടാകുന്നത് വീണ്ടെടുപ്പിന്റെ വാക്കുകളാണ്. പിന്നെ എന്നാ ഉണ്ട്, ഇപ്പൊ നമുക്കൊരു ഊർജ്ജം ഉണ്ടാകും. മൂന്നാമത് അനുരഞ്ജനത്തിന്റെ വാക്കുകൾ. പിന്നെ എന്നാ അച്ഛാ, ഒന്നുമില്ല, എന്നാലും അങ്ങനെ പറയാതെ എന്നാ ഉണ്ട്. ഒരു സമാശ്വാസത്തിന്റെ വാക്കുകൾ അവരിൽ നിന്ന് എപ്പോഴും ഉണ്ടാകാറുണ്ട്. നാലാമത് ഒരു ബലഹീനത വാക്കുകളാണ്. ഞാനിവിടെ ഈ ദൂരെ കിടക്കുന്നുണ്ടല്ലോ എന്നോട് ചോദിക്കുന്നേ അവിടെ എന്തോ ഉണ്ട് വിശേഷമെന്ന്. എന്നാ ഉണ്ട് അവിടെ വിശേഷം? ബലഹീനമായ വാക്കുകൾ അവരിൽ നിന്നുണ്ടാകുന്നത്. 4, ഒന്നും വെച്ചോണ്ടല്ലേ ഞാനങ്ങ് ചോദിക്കുക, അവിടെ എന്തെങ്കിലും ഉണ്ടോ, സുഖമായിട്ടിരിക്കുന്നു. ശൂന്യതയുടെ വാക്കുകളാണ്. എല്ലാം കഴിഞ്ഞ് പൂർത്തീകരണമാകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരാഴ്ച കൊണ്ട് വീട്ടിലോട്ട് വിളിച്ചതിന്റെ വലിയൊരു സംതൃപ്തി ഉണ്ട്. അവർ ആ ഫോൺ ബൂത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. നമുക്കതല്ലെങ്കിൽ കൂടി വിദേശികൾ പ്രവാസികൾക്ക് ഈ വലിയ സംതൃപ്തി ലഭിക്കുന്നുണ്ട്. ഇതേ അനുഭവം തന്നെയാണ് പ്രണയിക്കുന്നവർക്കും ലഭിക്കുന്നത്. ക്ഷമയുടെയും വീണ്ടെടുപ്പിന്റെയും അനുരഞ്ജനത്തിന്റെയും ബലഹീനതയുടെയും ശൂന്യതയുടെയും പൂർത്തീകരണത്തിന്റെയും വാക്കുകൾ കഴിയുമ്പോഴാണ് സംതൃപ്തിയോടെ അവർ ആ രാത്രിയിൽ കിടന്നുറങ്ങുവാനായി പോകുന്നത്. ഈ കുരിശിന്റെ മൊഴിയിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ലെങ്കിലും പ്രവാസികൾക്കും പ്രണയിക്കുന്നവർക്കും ഈ പറഞ്ഞ സംസാര ശൈലി നന്നായി ഉണ്ട് എന്നത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കുരിശിലെ 7 മൊഴികൾ പുതിയ വർഷത്തിലേക്ക് കാൽച്ചുവട് വെക്കുമ്പോൾ നമ്മെ നന്നായി സംസാരിക്കുവാൻ സഹായിക്കട്ടെ. ക്ഷമാപൂർവം സംസാരിക്കുവാൻ, വീണ്ടെടുപ്പിന്റെ മാതൃകയിൽ സംസാരിക്കുവാൻ, അനുരഞ്ജനപൂർവ്വം സഹൃദയരോട് ഇടപെടുവാൻ, എൻ്റെതൊന്നും വലിയതല്ല, ഞാൻ ഏറെ താഴ്മയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബലഹീനപൂർവ്വം മറ്റുള്ളവരോട് സംവേദിക്കുവാൻ, എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് നിരൂപണങ്ങളൊന്നുമില്ല എന്ന് ചിന്തിച്ച് ശൂന്യതയോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടുവാൻ, തന്മൂലം നിന്റെ വാക്കിലൂടെ ദൈവത്തിന്റെ വചസ്സുകളെ, ദൈവത്തെ അവന് ലഭിച്ച ഒരു പൂർത്തീകരണത്തിന്റെ വാക്കുകളും അവൻ നമ്മിൽ നിന്ന് അകലുമ്പോൾ ഒരു സംതൃപ്തിയുടെ വാക്കുകളും അവന് ലഭിക്കുമാറാകട്ടെ. ഇങ്ങനെ നന്നായി സംസാരിക്കുവാൻ കുരിശിന്റെ 7 മൊഴികളും ക്രിസ്തുവിന്റെ ഭാഷയും നിങ്ങളെ സഹായിക്കട്ടെ. ഈ അവസരത്തില് ദൈവം മുമ്പാകെ ഏറെ ശാന്തതയോടും നന്ദിയോടും കൂടെ ഓർക്കുന്നു. തമ്പുരാനെ, 2018 ഈ കാണ്ടിൽ നിന്ന് പിൻവലിയുമ്പോഴും ഈ കാലഘട്ടത്തോട് നിന്നെപ്പോലെ സംസാരിക്കുവാൻ എനിക്ക് സാധിച്ചില്ല എങ്കിൽ കൂടിയും നിന്നെപ്പോലെ സംസാരിക്കുവാൻ ഞാൻ കാട്ടുന്ന ശ്രമങ്ങൾക്ക് നീ എന്നോട് കാട്ടുന്ന കരുണ, അതാണ് എൻ്റെ ഈ ജീവിതം. ഇല്ലെങ്കിൽ എന്നേക്കെന്നേ ഞാൻ അവനോട് കൂട്ടിച്ചേർക്കപ്പെട്ടേനെ. അവൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുവാൻ ഓരോ വർഷവും അവൻ എനിക്ക് ഓരോ അവസരം തരിക. 2019 പിറക്കുമ്പോഴും ക്രിസ്തുവിനെ പോലെ സംസാരിക്കുവാൻ, ഏറെ സഹൃദയരോട് ഇടപെടുവാൻ, നല്ല സൗഹൃദങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാൻ തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുമാറാകട്ടെ. ഉയരങ്ങളിൽ നിന്ന് എല്ലാ ശക്തിയും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് പുതുവത്സരത്തിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.